ജി എസ് ടിയുടെ രജിസ്ട്രേഷന്റെ കുറച്ച് കേസുകൾ പറയാം. ഞാൻ അക്കൗണ്ട്സ് ആണ് പറയാൻ വിചാരിച്ചത്. പക്ഷെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പുറത്തായതുകൊണ്ട് ഞാൻ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞതിന് ശേഷം ഡൗട്ടുകൾ ക്ലിയർ ചെയ്തതിനു ശേഷം അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു കൺസൾട്ടിങ് മേഖലയിലേക്ക്, അക്കൗണ്ട്സ് മേഖലയിലേക്ക്, അക്കൗണ്ട്സിന്റെ കുറച്ച് കാര്യങ്ങളിലൊക്കെ കടക്കുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് GST എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ഇത് എൻ്റെ അക്കൗണ്ട്സിന്റെ GSTയുടെ പ്രീമിയം സെഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ അഡ്വാൻസ് വേർഷൻ അവിടെ രണ്ടാമത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്നാലും ഇവിടെ നമുക്ക് ബ്രീഫ് ആയിട്ട് ഒന്ന് ഓടിച്ചു പോകാം, കുറെ ആളുകൾക്കുള്ള ഡൗട്ട് ആണെങ്കിൽ. അപ്പൊ പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ സെക്ഷൻ 22 ആരൊക്കെയാണ് GST എടുക്കാൻ ബാധ്യതയുള്ളത് എന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. അത് കുറച്ച് ഡീറ്റെയിലിംഗ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകൾ, കമ്പൾസറി രജിസ്ട്രേഷന്റെ കേസുകളും കൂടി പറയും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. GSTയിലെ രജിസ്ട്രേഷൻ ഈസ് കമ്പൾസറി ഇഫ് ദ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ് ത്രെഷോൾഡ് ലിമിറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെയാണ് GST എടുക്കാൻ ബാധ്യതയുള്ളത്, ആർക്കാണ് GST എടുക്കാൻ നിർബന്ധമായ സാഹചര്യമുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. രജിസ്ട്രേഷൻ ഈസ് കമ്പൾസറി ഇഫ് ദ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ് ത്രെഷോൾഡ് ലിമിറ്റ്. രജിസ്ട്രേഷൻ നിർബന്ധമാണ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഗവൺമെന്റ് പറയുന്ന ലിമിറ്റിനെ എക്സീഡ് ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ എന്താണ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ? ആർക്ക് പറയാൻ പറ്റുമോ ഒറ്റ വാക്കില്? ആഗ്രിഗേറ്റ് ടേൺ ഓവർ ആരെങ്കിലും ഒന്ന് പറയോ? ആഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു വർഷത്തെ മൊത്തം ടേൺ ഓവർ. ഒരു വർഷത്തെ മൊത്തം സെയിൽസ് അല്ലെ? ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ഓവർ മീൻസ് ടോട്ടൽ സെയിൽസ്. ഒരു വർഷം ഗവൺമെന്റ് പറയുന്ന ഒരു ലിമിറ്റിന്റെ പുറത്തേക്ക് നമ്മുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ പറഞ്ഞാൽ അതിൽ ഓൾറെഡി ഗവൺമെന്റിലേക്ക് പേ ചെയ്തിട്ടുള്ള എമൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നറിയാം. അപ്പൊ മൊത്തം ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റുകളായിട്ടോ, ചില GSTയുടെ ചില ആളുകൾക്ക് ഡൗട്ടാണ് GST ഉള്ള പ്രൊഡക്റ്റുകളുടെ സെയിൽസ് മാത്രം ഈ പറഞ്ഞ ലിമിറ്റിന് പുറത്തു പോയാൽ മതിയോ എന്നുള്ളതല്ല. GST ഉള്ള പ്രൊഡക്റ്റുകൾ, ടാക്സബിൾ പ്രൊഡക്റ്റ്, എക്സ്പോർട്ടുകൾ, ഇന്റർസ്റ്റേറ്റ്, ഇൻട്രാസ്റ്റേറ്റ്, വോളി എക്സംപ്റ്റഡ്, നിൽ റേറ്റഡ്, RCM എല്ലാ കേസുകളും ഉൾപ്പെടെയുള്ള മൊത്തം സെയിൽസ് ഗവൺമെന്റ് പറയുന്ന ലിമിറ്റിന്റെ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ GST എടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിന്റെ ഒരു ലിമിറ്റ് ഇതുപോലെയാണ്. 3 കാറ്റഗറിയാണുള്ളത്. ഇഫ് ദ ലൊക്കേഷൻ ഓഫ് ബിസിനസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ത്രിപുര, മണിപ്പൂർ, മിസോറാം ആൻഡ് നാഗാലാൻഡ്, ആഗ്രിഗേറ്റ് ടേൺ ഓവർ 10 lakh. അതായത് ഞാനൊരു ബിസിനസ് ചെയ്യുന്നത് ത്രിപുരയിലാണെന്ന് വിചാരിക്കാം. ഇതധികം നമുക്ക് വരേണ്ട ആവശ്യമില്ല, നമുക്ക് താഴത്തെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷെ എന്നാൽ ഞാൻ നമ്മളൊന്ന് മനസ്സിലാക്കി പോവാം. ത്രിപുര, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് പോലെയുള്ള സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലാണ് നമ്മുടെ ബിസിനസ് എങ്കിൽ, ഞാൻ അവിടെ ഒരു ഗുഡ്സ് ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ വാർഷിക വരുമാനം 10 ലക്ഷത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ എനിക്ക് GST എടുക്കൽ നിർബന്ധമാണ്. അതാണ് പ്രഭാകരൻ സാറ് മിസോറാമിലാണ് ഒരു ബിസിനസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. ഒരു സൂപ്പർ മാർക്കറ്റ് മിസോറാമിൽ നടത്തുന്നുണ്ട്. പ്രഭാകരൻ സാർക്ക് ഒരു 10 ലക്ഷം രൂപയുടെ കച്ചവടം ഒരു വർഷത്തിൽ നടന്നു കഴിഞ്ഞാൽ പ്രഭാകരൻ സാർക്ക് ഇത് എടുക്കൽ നിർബന്ധമാണ്. ഇനി പ്രഭാകരൻ സാറ് ബിസിനസ് ചെയ്യുന്നത് തെലുങ്കാനയിലാണെന്ന് വിചാരിച്ചോളൂ. 20 ലക്ഷം രൂപ എത്തിക്കഴിഞ്ഞാൽ GST എടുക്കൽ നിർബന്ധമാണ്. ഗുഡ്സിന്റെ കേസിലാണ് പറയുന്നത്. ഇനി ഇതേ പ്രഭാകരൻ സാർ കേരളത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ 40 ലക്ഷം രൂപ എത്തുമ്പോഴാണ് GST എടുക്കാൻ ബാധ്യതയുള്ളത്. ഇതാണ് 3 കാറ്റഗറി. ക്ലിയർ ആയെന്ന് വിചാരിക്കാം. തെറ്റല്ലേ? അപ്പൊ ത്രിപുര, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, അതുപോലെ മേഘാലയ, അരുണാചൽ പ്രദേശ്, തെലുങ്കാന, പോണ്ടിച്ചേരി, ഉത്തരാഖണ്ഡ് ആൻഡ് സിക്കിം ഇതൊക്കെയാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് എന്നാണ് പറയാം. ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിനെ തന്നെ 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് 10ഉം മറ്റൊരു സ്ഥലത്ത് 20ഉം. ബാക്കിയുള്ള നോർമൽ കാറ്റഗറി സ്റ്റേറ്റിലെല്ലാം തന്നെ 40 lakhs എത്തിക്കഴിഞ്ഞാൽ നമുക്ക് GST എടുക്കാൻ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബാധ്യതയില്ല. ഇതാണ് GSTയുടെ ഒന്നാമത്തെ സെക്ഷൻ 22 പറയുന്ന പേഴ്സൺ ലാബിൾ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കേസിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മളൊന്നും ആലോചിക്കേണ്ട. ആഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരള, തമിഴ്നാട്, കർണാടക പോലെയുള്ള ഈ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ ഏറെ നോർമൽ കാറ്റഗറി സ്റ്റേറ്റ് ആണ്. ഇവിടെ നമ്മുടെ ടേൺ ഓവർ 40 ലക്ഷം രൂപ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ GST എടുക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമുക്ക് GST എടുക്കേണ്ട ബാധ്യത വരുന്നില്ല എന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ക്ലിയർ ആയില്ലേ? സർവീസ് 20 lakhs അല്ലേ? സർവീസ് മേഖലയാണെങ്കിൽ 20 lakhs. 20 lakhs. ബാക്കിയുള്ള സ്റ്റേറ്റിൽ 10 lakh. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ ബാക്കിയുള്ള സ്റ്റേറ്റിൽ 10 lakhും നോർമൽ കാറ്റഗറി സ്റ്റേറ്റിൽ 20 lakhs. അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് GSTയുടെ ബാധ്യത വരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു ബാധ്യത നമുക്ക് വരുന്നില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസ്.
അപ്പോൾ ഇതിനുള്ള വൺ വേ ആൻസർ ഇത്രേ ഉള്ളൂ. കേരളം പോലെയുള്ള സ്ഥലത്താണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ 40 ആയാൽ മാത്രം നമുക്ക് എടുക്കാൻ ബാധ്യത ഉള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ട ഒരു ബാധ്യതയില്ല. ഒരു GST ഓഫീസർ നമ്മളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. പക്ഷെ 40 ലക്ഷം രൂപയുടെ സെയിൽസ് ഇല്ല എന്ന് തെളിയിക്കാനുള്ള രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതായത് ബിൽ ഓഫ് സപ്ലൈ. ഉദാഹരണം, ഞാൻ ഒരുപാട് സെയിൽ നടത്തുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന ബിൽ ഓഫ് സപ്ലൈ ആയിരിക്കും. GST ഇല്ലാത്തതുകൊണ്ട് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞ ഒരു ഇൻവോയ്സ് ഫോർമാറ്റ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക. അതിനകത്ത് എന്റെ ടോട്ടൽ സെയിൽ 40 ഇല്ല എന്ന് തെളിയിക്കാനുള്ള രേഖ എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം. നല്ല കച്ചവടം ഉണ്ട്, GST ഓഫീസർ വരുമ്പോൾ 40 ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. ക്ലിയർ ആയില്ലേ? ഇതാണ് ആൻസർ. ഇപ്പൊ GST രജിസ്ട്രേഷൻ എടുത്തു, പക്ഷേ 40 ലക്ഷം രൂപയുടെ സെയിൽസ് ഇല്ല, ഇൻ ഫ്യൂച്ചറിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന GST ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. ക്യാൻസലേഷൻ GST നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പോർഷൻ പറയുന്നുണ്ട്. അതായത് ശാലു ചോദിച്ചേക്കുന്നത്, ഇപ്പൊ 40 ലക്ഷം റുപ്യന്റെ കച്ചവടം വന്ന സമയത്ത് എടുത്തു GST, പിന്നെ നമുക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇനി ഇത്രയും കച്ചവടം ഒന്നും ഇനി ഉണ്ടാവില്ല, ഉണ്ടായത് തന്നെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്, ഇനി അങ്ങനെ കച്ചവടം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസലേഷൻ ചെയ്യാം. ക്യാൻസലേഷന്റെ 3 റീസൺസ് പറയുന്നുണ്ട്. ക്യാൻസലേഷൻ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ, ക്യാൻസലേഷൻ ബൈ ലീഗൽ ഹയർ, ക്യാൻസലേഷൻ ബൈ ഓഫീസർ. ഈ 3 കേസും പറയുന്നുണ്ട്. ഓക്കെ, ശരി. ഇതല്ലാത്ത സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് GSTയുടെ ഒരു ബാധ്യതയും വരുന്നില്ല. ഇനി ചില കേസുകളിൽ നമുക്ക് GST എടുക്കേണ്ട ഒരു ബാധ്യതയില്ല. അതായത് നമ്മൾ എത്ര കോടി രൂപയുടെ സെയിൽ നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് GST എടുക്കണ്ട. ഇതാണ് ഈ പറഞ്ഞ ഈ ഒരു 3 പോയിന്റ്. അഗ്രികൾച്ചറലിസ്റ്റ്, എക്സ്ക്ലൂസീവ്ലി എൻഗേജ്ഡ് ഇൻ GST ഇല്ലാത്ത പ്രൊഡക്റ്റ്, എക്സ്ക്ലൂസീവ്ലി എൻഗേജ്ഡ് ഇൻ GST ഇല്ലാത്ത പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത അല്ലെങ്കിൽ കൗൺസിലൊക്കെ നോട്ടിഫൈ ആയി ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന സംഭവമാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, GST എടുക്കേണ്ട ആവശ്യമില്ല. അഗ്രികൾച്ചറലിസ്റ്റ് എടുക്കണ്ട. ഈ അഗ്രികൾച്ചറലിസ്റ്റ് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ടു ദ എക്സ്റ്റെൻഡ് ഓഫ് സപ്ലൈ പ്രൊഡ്യൂസ് ഔട്ട് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്, ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളില്ലേ, അതിന് വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു പോയിന്റ്. അതിൽ തന്നെ ഒരുപാട് പോയിന്റ്സുകൾ ഉണ്ട് കേട്ടോ, അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ ഇപ്പം കിടക്കുന്നില്ല. അപ്പം കർഷകൻ, അതേപോലെ GST ഇല്ലാത്ത പ്രൊഡക്റ്റ് മാത്രം സെയിൽ ചെയ്യുന്ന ഒരാള്, GSTക്ക് പുറത്തുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ ഗവൺമെന്റ് GST ഇല്ല എന്ന് നോട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, എടുക്കണ്ട എന്നുള്ളതാണ് സെക്ഷൻ 23 പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, കർഷകര് ക്ലിയർ ആയില്ല? ഹണി ബി മീൻസ് തേൻ, അത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൽ വരുമോ? തേന് സെയിൽ ചെയ്യുവാണെങ്കിൽ നാടൻ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വരത്തില്ല, അല്ലെങ്കിൽ വരും. പാക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി ബ്രാൻഡൊക്കെ ആക്കി വെക്കുന്നിടത്ത് വരും. കുപ്പിയിലാക്കി ബ്രാൻഡ് ചെയ്താൽ വരുന്നുള്ളതാ? ബ്രാൻഡ് ചെയ്യുന്നിടത്ത് വരും. അതല്ലാതെ ഇപ്പൊ ഉദാഹരണം പാലിന്റെ കേസ് പറയാം. മിൽമക്ക് GST ഉണ്ടോ? മിൽമയ്ക്ക് ഉണ്ട്. എന്നാൽ നാട്ടും പുറത്ത് സൈക്കിളിൽ വെക്കുന്ന അയാൾക്ക് GST വരുമോ? അയാള് GST രജിസ്ട്രേഷൻ എടുക്കാത്തത് കൊണ്ടാണോ അതോ മീൻസ് ഇല്ല, അവര് നാടൻ എന്നുള്ള രീതിയിൽ ആ ഒരു കാർഷിക സംഭവം ചെയ്യുന്നതുകൊണ്ട് സാധാരണ രീതിയിൽ വരത്തില്ല. ഓക്കെ, ആ രീതിയിൽ അതിനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ഇനി കമ്പൾസറി രജിസ്ട്രേഷൻ ആണ്. ഈ ഒരു സെഷനാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്താണ് കേസുകൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കമ്പൾസറി രജിസ്ട്രേഷൻ, നിർബന്ധമായി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകൾ. നേരത്തെ പറഞ്ഞത് നമുക്ക് ബാധ്യത എപ്പോഴാണ് വരുന്നത് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരിക്കലും ബാധ്യതയില്ലാത്ത കേസുകളെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് ഇനി പറയുന്ന കേസുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും GST എടുത്തോണം. പേഴ്സൺ മേക്കിംഗ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, പേഴ്സൺ മേക്കിംഗ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, അത് നമുക്ക് അങ്ങനെയുള്ള ഒരു സെയില് നമുക്കുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും GST എടുക്കണം. 40 lakhs എന്ന് പറഞ്ഞ ലിമിറ്റിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണം, ഞാൻ കേരളത്തിലാണ്, എനിക്ക് സ്ഥിരമായിട്ട് കേരളത്തിന് പുറത്തേക്ക് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? GST എടുത്തോളണം, നിർബന്ധമാണ്. സർവീസിന്റെ കേസിലാണെങ്കിൽ 20 ലക്ഷം രൂപയുടെ ഒരു എക്സംഷൻ ഉണ്ട്. അതല്ലാത്ത കേസിലൊക്കെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും GST എടുത്തോളണം, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ. ഇവിടെ തന്നെ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ GST വേണോ എന്നുള്ളതാണ്. ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ GSTയുടെ നിർബന്ധമില്ല. ഉദാഹരണം, ഞാൻ കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഷാലോം തമിഴ്നാട്ടിലുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഷാലോമിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇഷ്ടംപോലെ സാധനം 5 ലക്ഷം 6 ലക്ഷം രൂപയുടെ ഒക്കെ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ എനിക്ക് GST വേണോ എന്നുള്ളതാണ്. പർച്ചേസ് ചെയ്യുമ്പം എനിക്ക് GST ആവശ്യമില്ല. പക്ഷെ ഞാൻ നേരെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ GST ആവശ്യമുണ്ട്. അപ്പോൾ ഷാലോമിന് നേരത്തെ ആവശ്യമുണ്ട്, കാരണം അവർ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയില്ലേ? ഈ ഒരു പോയിന്റ് സെറ്റ് അല്ലേ? ഓക്കെ, ഈ ഒരു പോയിന്റ് ആണ് അതിൽ പറഞ്ഞത്. സപ്ലൈക്കാണ്, അതേപോലെ പർച്ചേസിന് ഈ ഒരു പ്രശ്നമില്ല. ഇനി അടുത്തത് റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്താ റിവേഴ്സ് ചാർജ് മെക്കാനിസം? വൺ വേർഡിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വൺ വേർഡിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ റിവേഴ്സ് ചാർജ് മെക്കാനിസം? സർവീസ് റെസിപ്പിയന്റ് തന്നെ ടാക്സ് പേ ചെയ്യണം ഗവൺമെന്റിലേക്ക്. ഓക്കെ, ഏതൊക്കെ കേസുകളിലാണ്? ഇപ്പം ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിന്റെ കേസിൽ വരുന്നുണ്ട്, GTA. ഓക്കെ, GTA. പിന്നെ ഈ ബാങ്കിന് വേണ്ടി ഡെപ്റ്റ് റിക്കവറി സർവീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവര് കളക്ട് ചെയ്ത് പേ ചെയ്യണം. ഓക്കെ. പിന്നെ പിന്നെ ആരൊക്കെ ചെയ്യണം? വേറെ ഏതാ? അൺരജിസ്റ്റേർഡ് ആയ ആളുകളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്ന കേസിൽ. ഓക്കെ. പിന്നെ അഡ്വക്കേറ്റ്സിന്റെ അടുത്തുനിന്ന് സർവീസ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ വേറെന്താ? ചുരുക്കി പറഞ്ഞ റിവേഴ്സ് ചാർജിന്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് കേട്ടോ, അതൊന്ന് പോയി കാണാൻ എല്ലാ ആളുകളും. ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട്, ഞാൻ യൂട്യൂബിനകത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളൊന്ന് പോയിട്ടൊന്ന് വെറുതെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിട്ടോ. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, റിസീവർ തന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്ന സിസ്റ്റം. നോർമലി സപ്ലയർ ആണ് ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് റിസീവർ തന്നെ ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഉദാഹരണം, ചെറിയൊരു എക്സാമ്പിൾ പറയാം. ബിബിന് ഒരു GST ഇല്ല, വിപിന് GST ഇല്ല. ഞാനൊരു കസ്റ്റമറായിട്ട് വിപിന്റെ കടയിലേക്ക് പോവാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എനിക്ക് GST ബില്ല് വേണമെന്ന് വിചാരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തെ മനസ്സിലാക്കാം. സപ്ലയർക്ക് GST ഇല്ല, സ്വീകരിക്കുന്ന ആൾക്ക് GST വേണം. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടാക്സ് ആയിട്ട് ഇപ്പം റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിനെ മനസ്സിലാക്കാം. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡൗട്ട് ഉണ്ടോ? റിവേഴ്സ് ചാർജ് മെക്കാനിസം സ്കൂളിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നത് മാത്രം. ഓക്കെ, റെഡി അല്ലേ? അടുത്തൊരു കേസ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നിർബന്ധമായിട്ടും GST എടുത്തോളണം. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കേഷണലി മറ്റു സ്റ്റേറ്റുകളിൽ പോയിട്ട് ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ CTP എന്ന് പറയാം, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. ഇതുപോലെ എനിക്ക് കേരളത്തിൽ ഒരു ബിസിനസ് ഉണ്ട്, ഞാൻ മറ്റു സ്റ്റേറ്റുകളിൽ പോയിട്ട് വല്ലപ്പോഴും അവിടുത്തെ എക്സിബിഷനോ അടുത്ത മറ്റു പ്രോഗ്രാമുകളിലോ അവിടെ എന്തെങ്കിലും ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു സീസണിൽ അവിടെ പോകുന്നു. അവിടെ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ നാട്ടിൽ തന്നെ വന്ന് ചെയ്യുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അതായത് എനിക്ക് കേരളത്തിൽ ഒരു സർക്കസ് ഉണ്ടെന്ന് വിചാരിക്കും, വെറുതെ ഒരു എക്സാമ്പിളിന് പറയാം. കേരളത്തിൽ ഞാനൊരു സർക്കസ് നടത്തുന്ന ഒരാൾ, സർക്കസിന്റെ മൊത്തം പ്രോഗ്രാം നടത്തുന്ന ഒരാളാണ്. ഞാൻ ഓരോ സീസൺ കഴിയുമ്പോൾ ഓരോ സ്റ്റേറ്റിനകത്തേക്ക് ഇങ്ങനെ മാറി മാറി പോകും. ഈ ഒരു മാസം ഞാൻ കേരളത്തിലാണെങ്കിൽ അടുത്ത മാസം ഞാൻ തമിഴ്നാടായിരിക്കും, അടുത്ത മാസം ഞാൻ കർണാടക ആയിരിക്കും, അതിനപ്പുറം ഞാൻ ഗുജറാത്ത് ആയിരിക്കും. ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. അതായത് ഒക്കേഷണലി മറ്റു സ്റ്റേറ്റുകൾ പോയി ബിസിനസ് ചെയ്ത് വരുന്ന ആളുകളെയാണ് നമ്മൾ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയാം. ഇവർ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തോളം നിർബന്ധമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അത്തരം ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും GST എടുത്തോളണം. ഇവരുടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇവരുടെ കണ്ടീഷൻ ഇതാണ്: ഓരോ ബിസിനസ് ഓരോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും അതിന്റെ 5 days മുമ്പ് എന്ത് ചെയ്യണം? GST എന്ത് ചെയ്യണം? രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യണം. അവിടെ ആ ഫോമിന്റെ പേര് GST REG 9 എന്നാണ് ആ ഒരു ഫോമിന്റെ പേര്. 90 ദിവസമാണ് ഇതിന്റെ കാലാവധി. 90 ദിവസത്തേക്കാണ് ഒരു GST കിട്ടുക. 90 ദിവസം കഴിഞ്ഞ് ഇത് എക്സ്പയർ ആയി പോകും. പ്രോപ്പർ ഓഫീസർക്ക് വേണമെങ്കിൽ ഒരു 90 ദിവസം കൂടി എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ അഡ്വാൻസ് ആയിട്ട് ഇയാൾ ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യണം. ഇതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സന്റെ കണ്ടീഷൻസ്. ക്ലിയർ ആയല്ലോ?
5 days prior to the commencement of business. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ GSTയുടെ സെഷനിൽ പറയും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഇപ്പൊ ഈ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. GST REG 9. അഡ്വാൻസ് പേയ്മെന്റ് എങ്ങനെ സാർ? ഏതിന്റെ ബേസിൽ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുക? അഡ്വാൻസ് പേയ്മെന്റ് എങ്ങനെ കൊടുക്കുക? യെസ് നൈസ്. അഡ്വാൻസ് പേയ്മെന്റ് എന്തിന്റെ ബേസിലാണ് കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അതായത് ഞാനിപ്പം എനിക്ക് കേരളത്തിൽ ഒരു വാട്ടർ പ്യൂരിഫയർ ബിസിനസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു എക്സാമ്പിൾ, വാട്ടർ പ്യൂരിഫയർ ബിസിനസ് എനിക്ക് കേരളത്തിലുണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ പെട്ടെന്നൊരു ഒരു എന്താ പറയാ, അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആ എക്സിബിഷനിൽ ഇപ്പം ശാലോം തമിഴ്നാട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ശാലോം പറയാണ്, യൂനിസെ ഇവിടെ വാട്ടർ പ്യൂരിഫയറിന്റെ ഒരു മെഗാ എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഈ ഒരു കാര്യം ചെയ്തോ, എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്, ഇവിടെ ഒന്ന് വന്നിട്ട് ഈ എക്സിബിഷനിൽ ഒന്ന് പ്രദർശിപ്പിച്ചിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി നോക്ക്, ചിലപ്പോൾ നല്ല ബൂമിങ് ആയി കിട്ടും, ചിലപ്പോൾ ഇത് നല്ലൊരു ചാൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. മാഡം എന്നെ വിളിച്ചു. ഞാൻ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രൊഡക്റ്റുകൾ എടുത്ത് അവിടെ പോയി സെയിൽ ചെയ്യാന്നുള്ളൊരു ധാരണയിൽ ഞാൻ എത്തി. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോകുന്നതിന് 5 ദിവസം മുമ്പ് എടുക്കണം. അത് എങ്ങനെ എടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്, GSTയുടെ സെഷനിൽ പറയും. ആ ഫോമിന്റെ പേര് GST REG 01. നമ്മൾ സാധാരണ രീതിയിൽ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോഴുള്ള ഫോം GST REG 01 ആണ്. REG 01 ക്ലിക്ക് ചെയ്യുമ്പോൾ പാർട്ട് എ പാർട്ട് ബിയും ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കാം. ഇവിടെ GST രജിസ്ട്രേഷന്റെ ഫോമിന്റെ പേര് GST REG 9 ആണ്. ഓക്കെ, 90 ദിവസം അതിന്റെ കാലാവധി പറഞ്ഞു. ഇനി അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് പേയ്മെന്റ്? ഞാൻ അവിടെ പോവാണ്, ഞാൻ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും എനിക്ക്, ഞാൻ ഒരു 100 പ്രൊഡക്റ്റ് ഞാൻ അവിടെ സെയിൽ ചെയ്യും എന്ന് പറയാണ്. 100 പ്രൊഡക്റ്റ് ഞാൻ സെയിൽ ചെയ്യുന്നു ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ഈ 100 പ്രൊഡക്റ്റിന്റെ ടാക്സ് ഞാൻ എന്ത് ചെയ്യണം? അഡ്വാൻസ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഇനി അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് 100 അല്ല 200, 300, 400 ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സെയിൽസിനനുസരിച്ച് പേയ്മെന്റ് ചെയ്താൽ മതി. പിന്നെ ഒന്ന് മനസ്സിലായി, അവിടെ എത്തിയപ്പോൾ അത് ഷോക്കാണ്, ആരുമില്ല, 100 ആവശ്യമില്ലായിരുന്നു, 50 തന്നെ പോയിട്ടുള്ളൂ. ഇങ്ങനെയും വരുമല്ലോ, എല്ലാ സാഹചര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ആ 50 ഫണ്ട് റീഫണ്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സന്റെ കണ്ടീഷൻസ്. ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് നമ്മുടെ GSTയുടെ സെഷനിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ആ സംഭവം നമുക്ക് അവിടെ VIP കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആയില്ലേ? ഷീജ മേഡം ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? ഒരു സംശയം കൂടി സാർ. ഉം. നമ്മളപ്പോ ഇതിന് ബില്ല് എങ്ങനെയാണ്? അപ്പോ ടാക്സ് ബിൽ എങ്ങനെയാണ് ബില്ല് കൊടുക്കുക? ഏത് ബില്ല്? നമ്മൾ ഇവർക്ക് സെയിൽ നോർമലി ടാക്സ് ഇൻവോയ്സ് തന്നെ കൊടുക്കും. നോർമൽ ടാക്സ് രണ്ട് ബില്ല് ഉള്ളൂ, ഒന്നെങ്കിൽ ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ. GST ഉള്ള ഒരാൾ എന്തായാലും കൊടുക്കേണ്ട ബില്ല് ടാക്സ്. GST ഉള്ള ആളെന്ന് പറയാൻ പാടില്ല, കമ്പോസിഷൻ സ്കീം ബിൽ ഓഫ് സപ്ലൈ ആണ്. ബാക്കിയുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ബിൽ ഓഫ് സപ്ലൈ കൊടുക്കും. GST ഉള്ള നോർമൽ ടാക്സ് ആ സംഭവങ്ങളൊക്കെ നോർമൽ GSTയുടെ എല്ലാ നിയമങ്ങളും ഇവർക്ക് ബാധ്യതയാണ്. നിലവിൽ ഇങ്ങനത്തെ ഒരു കേസുള്ള ഒരാൾ നമ്മുടെ അടുത്ത് ഫയലിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ലൈവായിട്ട് അവരുടെ GST രജിസ്ട്രേഷന്റെ എടുക്കുന്ന കേസുകളും അവരുടെ ഫയലിങ്ങും ആ കാര്യങ്ങളും നമ്മൾ ലൈവായിട്ട് കാണിക്കുന്നു. നമ്മളിപ്പോ നിലവിൽ ആ പേയ്മെന്റ് കാണിച്ചില്ലേ, കാഷ്വൽ ടാക്സ് അല്ലെ, നമ്മൾ റെഗുലർ കമ്പോസിഷൻ QRMP ഒക്കെ പറഞ്ഞില്ല, അതേപോലെ ഈ ഒരു സംഭവം കൂടി നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. സാധാരണ രീതിയിൽ ഇങ്ങനെ വരാറില്ല, ഒരു ഭാഗ്യമാണ്. ഓക്കെ, ഹലോ, നമ്മളിപ്പോ കേരളത്തിൽ നിന്നുള്ള ഒരാൾ തമിഴ്നാട്ടിൽ പോയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ടാക്സ് പേ ചെയ്യേണ്ടത് കേരളത്തിലാണോ അതോ തമിഴ്നാട്ടിലാണോ? ടാക്സ് പേ ചെയ്യേണ്ടത് തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ? തമിഴ്നാട്ടിൽ. ഓക്കെ, നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ അത് മാത്രമല്ല, വേറൊരു കാര്യം, ഇനി എനിക്ക് വേറൊരു സ്റ്റേറ്റിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കും അല്ലെ, അവിടെ തമിഴ്നാട്ടിൽ വന്നപ്പം പറയാണ് കർണാടകയിലും എക്സിബിഷൻ നടക്കുന്നുണ്ട് എന്ന് പറയാണ്, കർണാടകത്തിലും വേറെ എക്സിബിഷൻ നടക്കുന്നുണ്ട് പറയുമ്പോൾ അപ്പൊ ഞാൻ എൻ്റെ അനിയന് വിടുകയാണ്, ഈ ഒരു കാര്യം ചെയ്യും, കർണാടകത്തിൽ കിട്ടോ, അവിടെയും സെയിൽ നടത്താണ്. അപ്പൊ അവിടേക്ക് കർണാടകക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ വേറെ രജിസ്ട്രേഷൻ എടുക്കണം. ഓരോ അപ്പൊ GSTയുടെ ഒരു നിയമമുണ്ട്, ഓരോ സ്റ്റേറ്റിലും ഒരു പാൻ കാർഡിൽ ഒരു GST, ഒരു പാൻ കാർഡിൽ ഒരു GST എന്നുള്ള കേസില്ലേ, അത് എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി ഡിഫറെന്റ് വെർട്ടിക്കൽ ഉള്ള ബിസിനസ് ആണെന്ന് വിചാരിച്ചോളൂ, ഡിഫറെന്റ് സ്വഭാവമുള്ള ബിസിനസ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കുക. ആ കണ്ടീഷൻ ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഉദാഹരണം, തമിഴ്നാട്ടിലേക്ക് പോയി ഒരു ബിസിനസ് ചെയ്യുന്നു, അതുമായി ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരു ബിസിനസ് അപ്പുറം ചെയ്യുന്നു എന്ന് വിചാരിക്കും, അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷനും എടുക്കേണ്ടി വരും. അത് നേരത്തെ എല്ലാ രജിസ്ട്രേഷൻ്റെ എല്ലാ കേസുകളും ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഇത് വല്ലപ്പോഴും വളരെ അപൂർവമായിട്ട് എൻ്റെ കൺസൾട്ടിങ് സ്റ്റൈലിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഈ ഒരു സംഭവമായിട്ട് വരുന്നത്.
കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അയാൾക്ക് നിർബന്ധമായിട്ട് എടുക്കേണ്ട സാഹചര്യം ഉണ്ട്, അയാൾ കുറച്ച് ഹെവി പ്രൊഡക്റ്റ് ആണ് അയാൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതല്ലാണ്ട് അയാൾക്ക് ഇവിടുന്ന് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുള്ളതുകൊണ്ടാണ് അയാൾ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ, ഇനി NRTP എന്നാണ് നമ്മൾ പറയാം, നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ. അതിന്റെ അതേ കണ്ടീഷനുള്ള ഒരു സാധനമാണിത്. പക്ഷെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരാൾ ഒക്കേഷണലി ഇന്ത്യയിൽ വരുന്നു, ബിസിനസ് ചെയ്യുന്നു, തിരിച്ചു പോകുന്ന ഒരു കേസുകൾ. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് സാധാരണ ഇതിൽ വരാൻ സാധ്യതയില്ലാത്തൊരു കേസാണ്. ഇനിയുള്ളത് എവറി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഈബേ. ഇനി ഇതേപോലത്തെ സംഭവം നമ്മൾ തുടങ്ങുകയാണെങ്കിലും ഇവരും നിർബന്ധമായിട്ടും GST എടുത്തോളണം. ഇവർ 40 lakhs എന്ന് പറഞ്ഞ ആ ഒരു ലിമിറ്റിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എവറി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, ആമസോണോ ഫ്ലിപ്കാർട്ടോ ഈബയോ ഇങ്ങനെയുള്ള സാധനങ്ങളോ, നമ്മൾ തുടങ്ങുന്ന സാധനങ്ങളോ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇപ്പൊ കൊമേഴ്സിന്റെ ഒരു കാലമാണ്, നമുക്ക് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് സെയിൽ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും GST എടുത്തോളണം. കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിൽ പെടത്തില്ല. കൊമേഴ്സ് ഓപ്പറേറ്റർ തന്നെ ആയിരിക്കണം. ഇപ്പൊ പലപ്പോഴും OLX പോലെയുള്ള കോൺസെപ്റ്റുകൾ കേട്ടില്ലേ? അതുപോലെ നമ്മൾ വാട്സപ്പിൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇപ്പൊ വാട്സപ്പ് വഴി ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നു, ഗ്രൂപ്പിൽ നമ്മൾ മെസ്സേജ് ഇടുന്നു, ഫേസ്ബുക്കിൽ നമ്മൾ നോർമലി ഒരു മെസ്സേജ് ഇട്ടങ്ങ് പോകുന്നു. ഇങ്ങനെ ആളുകൾ വരുന്നു, നമ്മളടുത്ത് പോയി പർച്ചേസ് ചെയ്യുന്നു. ഇത്തരം ബിസിനസ്സുകളൊന്നും കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന കാറ്റഗറിയിൽ പെടുന്നതല്ല അല്ലെ? ആമസോണിന്റെ കേസ് എന്തായിരിക്കും? ആമസോണിൽ എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ? എങ്ങനെയാ? ആർക്കെങ്കിലും അറിയോ? ആമസോണിൽ സെയിൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആമസോണിൽ ഒരു ഏതെങ്കിലും പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? പരിചയമുള്ള ആർക്കെങ്കിലും? ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ആരും ഇതുവരെ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ടില്ല? ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഒരാളും ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. 80 ആളുകളുടെ ഗ്രൂപ്പിൽ ഒരാൾ. ആമസോണിൽ ആരും സെയിൽ ചെയ്യാൻ ശ്രമം നടത്തിയിട്ടില്ല? ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങളെ പ്രൊഡക്റ്റ് ഉണ്ടോ? ആ ഉണ്ട്. എന്ത് പ്രൊഡക്റ്റാ? അതൊരു ലോണ്ടറി സ്റ്റോൺ. അലക്കുകല്ല് ലോണ്ടറി സ്റ്റോൺ. സ്റ്റോൺ അല്ലേ? ഓക്കെ 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 ഓക്കെ. നിങ്ങളാണോ ചെയ്യുന്നത് അല്ല വേറെ ആള് ചെയ്യുന്നതാണോ? അല്ല, അവിടുത്തെ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല GST അവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊക്കെ. അപ്പൊ അവര് എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങൾ അവരുടെ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് വെച്ച് ചെയ്യുന്നതാണോ? ഇനി അതല്ല നിങ്ങളടുത്ത് വന്നിട്ട് ഓർഡർ എടുത്ത് പോകുന്ന രീതിയാണ്? ഏതാണ് ചെയ്യുന്നത്? നമ്മള് ആമസോണിൽ നമുക്ക് ഓർഡർ വരും, നമ്മൾ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുമ്പോ ആമസോണിന്റെ ബോയ് വന്നിട്ട് അത് എടുത്തോണ്ട് പോകും. അങ്ങനെ ചെയ്യണം. അവരെ ഗോഡൌണിൽ നമ്മൾ വെക്കുന്നില്ല. നിങ്ങൾ കുറച്ച് വലിയ ഹെവി പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും. ഇല്ല, നമ്മള് ഇവിടെ ചെയ്യുന്നുണ്ട്. പുറത്ത് അവിടെ ചെയ്തിരുന്നു. അവിടെ ഒരു ഓഫീസ് ഇട്ടിട്ട് അവിടെ ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു ആമസോണിന്റെ സിസ്റ്റം എന്താ അറിയോ? ഇപ്പൊ ഉദാഹരണം പ്രഭാരൻ സാറ് ഒരു ഞാനൊരു ആമസോണിലെ ഒരു ഓപ്പറേറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. പ്രഭാരൻ സാർ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സിസ്റ്റം നടക്കുന്ന അറിയോ? പ്രഭാരൻ സാറ് എനിക്ക് ഓർഡർ ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങൾ ഞാൻ ഇഷ്യൂ ചെയ്യുന്നു, പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നു? ഷീജ മാഡത്തിന്റെ അടുത്ത് പോകുന്നു, ഷീജ മാഡത്തിന്റെ അടുത്ത് പ്രൊഡക്റ്റ് വരുന്നു, എന്റെ വഴി നിങ്ങൾക്ക് വരുന്നു. ഇതാണ് ഇതിന്റെ ഒരു റൂട്ട്. മനസ്സിലായില്ലേ? ഇത്തരം ബിസിനസ്സുകളാണ് കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയാം. എന്നാൽ ഈ നമ്മളെ OLX-ൽ എന്താ നടക്കുന്നത്? വാട്സപ്പിൽ എന്താ നടക്കുന്നത്? നമ്മളൊരു സ്റ്റാറ്റസ് ഇടുന്നു, സിമ്പിൾ ഒരാൾ വന്ന് വാങ്ങുന്നു, പിന്നീട് ഈ വാട്സപ്പിനോ ഫേസ്ബുക്കിനോ ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരിട്ട് ഇടപാട് നടത്തുന്നു, സംഭവം ക്ലോസ് ചെയ്യുന്നു. അല്ലാതെ അവിടെ ഒരു വേറൊരു പരിപാടി ഇതിനിടയിൽ ഇവർ നിൽക്കുന്നതെന്നല്ലാതെ, ഇവരൊരു മീഡിയമായിട്ട് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മുടെ സെയിൽസിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഇവർ ഇടപെടുന്നില്ല. മനസ്സിലായില്ലേ? OLX-ൽ എങ്ങനെ? OLX-ൽ നമ്മൾ പരസ്പരം ആളുകൾ കണ്ടുമുട്ടുന്നു. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം അവിടെ ഉണ്ട്, പിന്നെ അവിടെ കണ്ടുമുട്ടുന്നു, പിന്നീട് അവരുടെ മൊബൈൽ നമ്പർ കിട്ടുന്നു, പിന്നെ ഞാനും അവരും ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, കച്ചവടം നടത്തുന്നു. അതിൽ OLX-ന് പിന്നെ അപ്പൊ OLX-ന്റെ വരുമാനം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? ആമസോൺ, ഫ്ലിപ്കാർട്ട് ഓക്കെ, അപ്പൊ മനസ്സിലാകുന്നുണ്ട്. അവർ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് അത്യാവശ്യം നല്ല കമ്മീഷൻ, അല്ല ശരി, നമ്മുടെ അത്യാവശ്യം നല്ല കമ്മീഷൻ വാങ്ങുന്നത്.
ഈ പേയ്മെന്റ് ഉണ്ട്, ഗേറ്റ്വേ പേയ്മെന്റ് ഗേറ്റ് അവരെ പേയ്മെന്റ് ഗേറ്റ്വേ ഉപയോഗിച്ചാൽ അതിന്റെ കമ്മീഷൻ വേറെ പോയി. അത് കൂടാതെ നല്ല പെർസെന്റേജ് കട്ട് ചെയ്തിട്ട് വളരെ ചെറിയൊരു ലാഭമാണ് യഥാർത്ഥത്തിൽ മറ്റവർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ നല്ല മാർജിൻ ഇടണം എന്നാ കിട്ടും. അപ്പോഴും അതിന്റെ കറസ്പോണ്ടിങ് പെർസെന്റേജ് തന്നെ പിന്നെയും പോവാം. ഓക്കെ, അപ്പൊ ഇതിലെന്തായിരിക്കും OLXന്റെ ലാഭം എന്തായിരിക്കും? ആർക്കെങ്കിലും അറിയോ? രജിസ്ട്രേഷൻ ചാർജ് ആണോ? ഏഹ് രജിസ്ട്രേഷൻ ചാർജ് അല്ല, OLXൽ ഇപ്പൊ നമ്മൾ ഇടുന്നെങ്കിൽ രജിസ്ട്രേഷൻ ചാർജ് കൊടുക്കണോ? എനിക്കറിയില്ല. കൊടുക്കണോ? ഫസ്റ്റത്തെ മന്ത് വേണ്ട, പിന്നെ നമ്മൾ അത് രണ്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ ചാർജ് വേണം. അതെ, ഫീച്ചേർഡ് എന്നുള്ള ഒരു സംഭവം ഉണ്ടായില്ലേ? ഫീച്ചേർഡ് കേട്ടില്ലേ? ഫീച്ചേർഡ് എന്ന് പറഞ്ഞ സംഭവം. ആ ഫീച്ചേർഡിൽ ചില പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം ഞാനിപ്പോ ഒരു എന്റെ ഐഫോൺ ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി വെക്കാണ്. അപ്പൊ സെയിൽ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ നോർമലി സാധാരണ രീതിയിൽ അവിടെ ലിസ്റ്റ് ചെയ്ത് പോകത്തുള്ളൂ. പക്ഷെ ഐഫോൺ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്റെ സംഭവം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം? ഞാൻ കുറച്ച് ഒരു 250-300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫീച്ചേർഡ് കാണിക്കും. അപ്പൊ എന്റെ ഏരിയയിൽ ആര് ഐഫോൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സാധനം ഫ്രണ്ടിൽ കൊണ്ടുപോയി കാണിക്കും. ഇതാണ് ഇവരുടെ സോഴ്സസ് ഓഫ് ഇൻകം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്തായിരിക്കണം? നിർബന്ധമായിട്ടും GST എടുത്തോളണം. ഇനി ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി നമ്മുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളും GST എടുത്തോളണം. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ബിസിനസ് ചെയ്യുന്ന ആൾ, ഓപ്പറേറ്റർ മാത്രമല്ല അതുവഴി ബിസിനസ് ചെയ്യുന്ന ആളും GST എടുക്കണം. നിലവിൽ ഇതല്ലാത്ത രീതിയിൽ അവർ ലിസ്റ്റ് ചെയ്യാൻ വിടത്തില്ല ഇപ്പോൾ, അല്ലേ? ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നമ്മൾ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ GST ഇല്ലാണ്ട് അവരെ പ്രൊഡക്റ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്യാനേ ഒക്കത്തില്ല, സമ്മതിക്കില്ല അവർ. അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ഉള്ളത്? ഇല്ലേ, നിങ്ങൾ ആരും ചെയ്യാത്തോണ്ടാണ്. നിങ്ങളൊക്കെ ഈ എത്രങ്ങാനും പരിപാടികളുണ്ട്. ആർക്കും 70 ആളുണ്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എങ്കിലും സെയിൽ ചെയ്യാൻ നോക്കിക്കൂടെ? പ്രൊഡക്റ്റ് ഇല്ലാത്തതാണോ പ്രശ്നം? ഹലോ, എന്താ പ്രശ്നം? പ്രൊഡക്റ്റ് ഇല്ലാത്തതാണോ പ്രശ്നം? അല്ല, അതിന്റെ പിന്നാലെ നടക്കാൻ സമയമില്ലാത്തതാണ് പ്രശ്നം. സമയമല്ലേ? ഉമിക്കരിയില്ലേ? ഉമിക്കരിയുടെ മാർക്കറ്റിന്റെ വില എത്ര അറിയോ? അല്ല, ഞാൻ ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ കണ്ടിരുന്നത് ചകിരിപ്പിഞ്ഞല്ലേ, ഈ ചകിരിയുടെ അത് 1200 അതിന്റെ പ്രൈസ്. ഓഫർ പ്രൈസ് 350 റുപ്യ. ഓഫർ പ്രൈസ് ആണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തല്ലേ? നമ്മളോട് ആൾക്കാരോട് വെറുതെ എടുത്തോണ്ടാവാൻ പറഞ്ഞിട്ട് ആൾക്കാർ എടുത്തോണ്ടില്ല. ഉമിക്കരി എന്ന് പറഞ്ഞ സാധനം, അതായത് ഈ വുഡൊക്കെ അടുപ്പിൽ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം പണ്ട് കാലത്തൊക്കെ പല്ല് തേച്ചിരുന്ന സാധനല്ലേ? അല്ല, നെല്ല് കുത്തുന്നതിന്റെ അതിന്റെ അരിയുടെ നെല്ലിന്റെ തൊലി എടുത്തിട്ട് അത് വറക്കുന്നതാണ് ഉമിക്കരി. ഉമിയുണ്ട്, ഉമിക്കരി നെല്ലിന്റെ വെക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ചിരട്ട വെക്കുന്നുണ്ട്. മിനിയാന്നൊരുത്തൻ നമ്മളെ കപ്പല്ലേ, കപ്പത്തണ്ടൊക്കെ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ വെറുതെ പറയല്ലോ, നിങ്ങൾ വെറുതെ കഴിഞ്ഞതിന് ശേഷം ചാർക്കോള്, പല സാധനങ്ങളുണ്ട്. ചാർക്കോളൊക്കെ അതാ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ വീട്ടിലെ അടുപ്പിലൊക്കെ ഉള്ള സാധനമാണ്. എടുത്തിട്ട് ഓരോന്ന് പാക്ക് ചെയ്ത് വിറ്റോ, പൈസ കിട്ടും. വെറുതെ ഇരിക്കുന്നതിലേറല്ലേ? നീ പറഞ്ഞ സാധനമൊക്കെ തള്ളാന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ പോയി ഒന്ന് അടിച്ചു നോക്കും. ഇതൊക്കെ അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് കച്ചവടം ഇല്ല, നടക്കണില്ല, പരിപാടി നടക്കണില്ല എന്ന് പറയുന്നതിലേറല്ലേ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വീട്ടിലും പുറത്ത് എന്തോ ഒഴിവാക്കി കിടക്കുന്ന ആ സാധനങ്ങളൊക്കെ എടുത്തങ്ങ് വിറ്റോ, പൈസ കിട്ടും. ഓക്കെ, അതിനെ ബ്രാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായി. ചാർക്കോളായാലും ഉമിക്കരി ആയാലും പിന്നെ വേറെ എന്തൊക്കെയുള്ള അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്, വെറൈറ്റി. മഞ്ചാടി വിൽക്കുന്നുണ്ടോ ആരെങ്കിലും? ഐശ്വര്യ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. മഞ്ചാടി ഉണ്ടോ? പക്ഷേ നല്ല റേറ്റ് ആണ് അതിന്, ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ. അല്ല, സംഭവം ആമസോണിലും ഫ്ലിപ്കാർട്ടിലുണ്ടോ? ഉണ്ട്. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ മഞ്ചാടിയോ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ കുരുവൊക്കെ എടുത്ത് വിറ്റോളി, എന്തെങ്കിലുമൊക്കെ പൈസ ഒക്കെ കിട്ടും. ഓക്കെ, അത്ര പറയുന്നത്. അപ്പൊ എനിവേ, ആമസോൺ, അതായത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് നിർബന്ധമായിട്ടും GST എടുത്തോളണം. വേറെ ഒരു കണ്ടീഷൻസും അവർക്കില്ല. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ത് എടുത്തോണം? GST എടുത്തോണം. നിലവിൽ GSTയിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. GSTയുടെ സൈറ്റിനകത്ത് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന ആ ഒരു ബിസിനസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കാനുള്ള ഓപ്ഷൻ GSTR 1 വന്നിട്ടുണ്ട്. GSTയിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. GST കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് അപ്ഡേറ്റ്. ഒന്ന്, ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ ടാബ് വന്നിട്ടുണ്ട്.
അതേപോലെ നമ്മുടെ പേയ്മെന്റ് സിസ്റ്റം ഡെബിറ്റ് കാർഡ് വഴി ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ വഴി പേയ്മെന്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ആരെങ്കിലും ചെക്ക് ചെയ്തിരുന്നോ? ചെക്ക് നോക്കിയിരുന്നോ ആരെങ്കിലും GST ചെയ്യുന്ന? ജമാൽക്ക് നോക്കിയിരുന്നോ പേയ്മെന്റ്? ഒരു ടാബ് കുറെ കൂടിയതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ മുമ്പത്തെ GST ഫയൽ ചെയ്യുന്നിടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം, ഒരു പേയ്മെന്റ് അടക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിലൂടെ തന്നെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡിലേ ചെയ്യുന്ന ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്തും വെച്ചിട്ട് നമുക്ക് കൊട്ടക് ബാങ്ക് ആണ് അതിന് സർവീസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പുതിയ വന്ന അപ്ഡേറ്റ്സ് ആണ്. അതേപോലെ ഇ-കൊമേഴ്സിന്റെ ബിസിനസ്സുകളുടെ കാര്യങ്ങളിൽ വന്ന കാര്യങ്ങളും അപ്ഡേറ്റ്സുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറ്റുമെങ്കിൽ GSTയുടെ സൈറ്റിനകത്ത് കയറി ലാസ്റ്റ് സെഷൻ അത് കാണിക്കാം. അപ്പൊ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തത് മാത്രമല്ല അവരുടെ സെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, കാണിക്കണം. ഇനി ഈ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സുകളുടെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അല്ലെ. വീട്ടിലിരുന്നുകൊണ്ട് ട്യൂഷൻ, വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഇത്തരം പരിപാടികൾ ഇവര് പേയ്മെന്റ് ഗേറ്റ്വേ ആയിട്ട് ഇവർ റാസർ പേ അല്ലെങ്കിൽ എന്താ പറയാ ഇൻസ്റ്റാമോജോ പോലെയുള്ള കേട്ടില്ലേ, ഇൻസ്റ്റാമോജോ, റാസർ പേ പോലെയുള്ള പേയ്മെന്റ് ലിങ്കുകൾ വഴി അവരുടെ പേയ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇത്തരം ആളുകളും എന്ത് ചെയ്യണം എന്നറിയോ, GST രജിസ്ട്രേഷൻ എടുക്കണം. ഇതിങ്ങനെ പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾക്ക് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ പാൻ കാർഡ് ഈ റാസർ പേ മറ്റേ സ്ഥലത്തൊക്കെ അപ്ഡേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇവർ കുറച്ച് നോട്ടീസ്, അതായത് അവരുടെ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിട്ട് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ നോട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാം, ഈ ഒരു വിഷയം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇൻസ്റ്റാമോജോ, റാസർ പേ പോലെയുള്ള പേയ്മെന്റ് ഗേറ്റ്വേ ഉപയോഗിക്കുന്ന ആളുകൾ, പേയ്പാൾ പോലെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരും. നന്നായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യമുണ്ടെങ്കിൽ GST നിർബന്ധമായിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാനുള്ള റീസൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇത്തരം ബിസിനസ്സുകൾ നിർബന്ധമായിട്ടും GST എടുക്കുക. ഇവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇനി OTT പ്ലാറ്റ്ഫോമുകളുടെ കാര്യം. OTT പ്ലാറ്റ്ഫോമുകൾ നിർബന്ധമായിട്ടും GST എടുത്തോളണം. OTT പ്ലാറ്റ്ഫോമുകൾ ഇതൊരു ട്രെൻഡിങ് ബിസിനസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. OTT പ്ലാറ്റ്ഫോമുകൾ സ്വന്തമായിട്ട് OTT പ്ലാറ്റ്ഫോമുകളൊക്കെ പല കമ്പനികളും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം പല എന്താ പറയാ MLM പോലെയുള്ള ബിസിനസ്സുകളൊക്കെ OTT ബിസിനസ്സുകളായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ MLM അറിയില്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഉദാഹരണം ഒരു എക്സാമ്പിൾ ആണ് ഹൈ റിച്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നോ? ഹൈ റിച്ച് അതേപോലെ വേറെ എന്തൊക്കെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ ഈ പറയുന്ന ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബൈനറി കമ്മീഷൻ, ഇങ്ങനത്തെ സെക്കൻഡറി കമ്മീഷൻ അവിടെ അടിക്കുമ്പോ ഇവിടെ കിട്ടുമ്പോ അവിടെ എന്നൊക്കെ പറഞ്ഞ കുറെ അങ്ങനത്തെ പരിപാടികളില്ലേ? ഫിജി കാർട്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവര് ഇന്നത്തെ കാലത്ത് പല ബിസിനസ്സുകളും ഈസി ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ നമ്മളൊരു OTT പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിലേക്കുള്ള ഫണ്ട് സമാഹരണമാണെന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരേ പരിപാടികളുണ്ട്. ഇതൊക്കെ പരമാവധി നല്ലോണം ആലോചിച്ചിട്ട് ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ പോവാ. പിന്നെ ഇത് ചെയ്യേണ്ടതെന്നൊന്നും പറയാൻ ഞാനാളല്ല, പക്ഷെ ഇത്തരം ആളുകൾ എന്ത് ചെയ്യണം, ഒന്ന് ഇങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അതിന്റെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയണത്. നിങ്ങൾ ബിസിനസ് എന്തായാലും ചെയ്തോളി, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളി, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അതൊരു ബിസിനസ് അല്ല, ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. എനിവേ ഇതിൽ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻകം ടാക്സ് എല്ലാ വർഷവും ഫയൽ ചെയ്തോളണം. ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന കൂട്ടത്തിൽ 26 AS നിർബന്ധമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. 26 AS, അതായത് നിങ്ങളുടെ TDS TCSുമായി ബന്ധപ്പെട്ട 26 AS കൃത്യമായിട്ടും ഈ ഒരു സംഭവത്തിൽ വന്നിടോ നോക്കണം. ആ എമൗണ്ട് കിട്ടാനുള്ള എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യണം, റീഫണ്ട് ചെയ്ത് എടുത്തിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചോളണം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത്തരം ബിസിനസ് ചെയ്യുന്ന ആളുകൾ നോക്കുക. ലീഗലി നിങ്ങൾ നന്നായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എത്തിക്സ് ആണോ എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരം ബിസിനസ്സുകളൊക്കെ ഇപ്പൊ ഒരു OTT പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞ ട്രെൻഡിങ് ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. OTT പ്ലാറ്റ്ഫോമുകൾ ഇനി നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നമുക്കൊരു OTT പ്ലാറ്റ്ഫോം തുടങ്ങിക്കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവും, നല്ല ബിസിനസ്സാണ്, വ്യൂവേഴ്സിനനുസരിച്ച് പൈസ ഒക്കെ കിട്ടും, പരസ്യങ്ങൾ കയറുമ്പോൾ നല്ല പൈസ കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം, ഇത്തരം ബിസിനസ്സുകൾ എടുക്കണം. അതിൽ പ്രത്യേക ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. പുറത്തുള്ള ആമസോൺ പ്രൈം, പിന്നെ വേറെ എന്തല്ല, അതുപോലെ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഇത്തരം സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം,
നിർബന്ധമായിട്ടും GST എടുക്കണം. ഇതാണ് സെക്ഷൻ 24 പറയുന്ന നിർബന്ധമായ കേസുകൾ. ക്ലിയർ ആയില്ലേ? അതല്ലാത്ത ഒരു കേസിലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, GST എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ കേസ് 40 ലക്ഷം രൂപയുടെ കേസ്, സർവീസിന് മേൽ 20 lakhs, അഗ്രികൾച്ചറലിസ്റ്റ് നോൺ ഇവർ എടുക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് എടുക്കേണ്ടത് ഇൻഡസ്ട്രിയേറ്റ് സപ്ലൈ, പിന്നെന്താ പറഞ്ഞേ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്, ഇ-കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, പിന്നെ വേറെ എന്താ പറഞ്ഞല്ലോ, CTP, NRTP, പിന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്തായിരുന്നു? ഡിജിറ്റൽ കോച്ചിങ്. റിവേഴ്സ് ഡിജിറ്റൽ ചാർജ് കോച്ചിങ്. ഓക്കെ. ആരും ഒരാൾ ചോദിച്ചു 26 AS ആരെങ്കിലും ഇൻകം ടാക്സ് സെഷനിൽ അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ, എന്താ 26 AS? ഹലോ, 26 AS ചാറ്റ് ബോക്സിൽ പറഞ്ഞവർക്ക് പറഞ്ഞു കൊടുത്തേ, എന്താ 26 AS? ഇൻകം ടാക്സിന്റെ TDSന്റെ ആർക്ക് പറഞ്ഞു കൊടുക്കാം? നമ്മുടെ കൗണ്ടർ പാർട്ടി എന്തെങ്കിലും TDS നമുക്ക് തരേണ്ട പേയ്മെന്റിന് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് 26 ASൽ കയറി വരും. അത് ആനുവലി ഒറ്റ ഫോം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എവിടെ ഒരു ഉണ്ടാവും വർഷത്തിലേക്ക് പറഞ്ഞു കൊടുക്കേ? കേട്ടില്ല, ഒന്നിട്ട് പറയാം. എവിടെ ഉണ്ടാവുന്ന കൂടി പറഞ്ഞു കൊടുക്കേ, വ്യക്തമായിട്ട്. ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിൽ നമുക്ക് 26 AS ഡൗൺലോഡ് ചെയ്യാം. 26 ASൽ എവിടെ ഉണ്ടാകുന്നതാണോ ചോദിച്ചത്? അല്ലല്ല, അത് പറഞ്ഞു കൊടുത്താൽ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ നിന്ന്. ഓക്കെ. നമ്മൾ നമ്മുടെ ക്രെഡൻഷ്യൽ വെച്ച് പാൻ കാർഡ് വെച്ചിട്ട് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വ്യൂ 26 AS എന്ന് പറയുന്ന ടാബ് ചെയ്ത് നമുക്ക് ആ ഡീറ്റെയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആനുവലി ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അതിനകത്ത് മറ്റേ പാർട്ടിയുടെ നമുക്ക് ആരാണോ TDS തരേണ്ടതില്ല, നമ്മുടെ തരേണ്ട പേയ്മെന്റിനുള്ളിൽ TDS പിടിച്ച പാർട്ടിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ടാൻ നമ്പറും ഉണ്ടാവും, എമൗണ്ടും ഉണ്ടാവും, എന്ത് പർപ്പസിനെ പിടിച്ചെന്നുള്ള സെക്ഷനും ഉണ്ടാവും. ഓക്കെ ആണോ? സെറ്റല്ലേ? ക്വാർട്ടർലി കിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ക്വാർട്ടർലി കിട്ടും. അത് നമ്മൾ എന്ന് വരെയാണോ അപ്ഡേറ്റ് ചെയ്ത് അത്രയും ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ ആനുവലി ആണ് ആ സ്റ്റേറ്റ്മെന്റ്, ജനറലി ആനുവലി ആണ് ഉണ്ടാവുക. കൊടുത്തൊക്കെ ക്വാർട്ടർലി നടക്കും, പക്ഷെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ആനുവലി ആണ് ചെയ്യാം. ഓക്കെ, ക്ലിയർ തന്നെയായിരിക്കണം. അപ്പൊ 26 AS എല്ലാം നോക്കിക്കോളി. അതേപോലെ നമ്മൾ സ്റ്റേറ്റ്മെന്റും കിട്ടും മൊത്തത്തിൽ. നമ്മൾ ബാങ്ക് ഇടപാട് നടത്തിയ മൊത്തം കാര്യങ്ങളൊക്കെ ഒരിടത്തുണ്ട്, ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചോളി, ബാങ്ക് ഇടപാട് നടത്തുന്ന ആളുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കാം. നോട്ടീസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൊത്തത്തിൽ ഇട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ്, ഇത്രയും കേസുകളാണ് കമ്പൾസറി രജിസ്ട്രേഷന്റെ കേസുകൾ. ഇനി വെറുതെ GST എടുക്കുന്ന കുറച്ച് കേസുകളുണ്ട്. ആ കേസിന് എന്താണെന്ന് നമ്മൾ പറയാം. ആ കേസിനെ പറയുന്നതാണ് വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം. വെറുതെ GST എടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലേ. ഏതൊക്കെ സാഹചര്യം കൊണ്ട് വെറുതെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സെക്ഷൻ 22 പ്രകാരം നമുക്ക് 40 ലക്ഷം രൂപയുടെ സെയിൽസ് ഇല്ല. സെക്ഷൻ 24 പ്രകാരം ഒരിക്കലും GST എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. ഇത്ര ആളുകൾ എടുക്കുന്ന GST ആണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, സെക്ഷൻ 25 സബ്സെക്ഷൻ 3 പറയുന്നത്. ഇല്ലേ? ഇപ്പൊ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് GST എടുക്കുന്ന ആളുകൾ ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് GST എടുക്കുന്ന ആളുകൾ ഉണ്ടാവും, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി GST എടുക്കുന്ന ആളുകൾ ഉണ്ടാവും, ഭയങ്കര കച്ചവടം നടക്കുന്നുള്ള പ്രതീക്ഷയിൽ GST എടുക്കുന്ന ആളുകൾ ഉണ്ടാവും, നമ്മൾ എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഡോക്യുമെന്റുകൾ കിട്ടാൻ വേണ്ടി എടുക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇത്തരം ആളുകളെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രൻസ് എന്ന് പറയാം. വോളണ്ടറി രജിസ്ട്രേഷൻ സെക്ഷൻ 25 സബ്സെക്ഷൻ 3 എന്ന് പറയാം. ഇത് മിക്കവാറും ആളുകൾ എടുക്കാറുണ്ട്. ഇനി കസ്റ്റമറെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ചില കസ്റ്റമർ പറയും GST ബില്ല് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ എടുത്ത് സാധനം എടുക്കുമെന്ന് പറയും. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എടുക്കല്ലാണ്ട് നിർവാഹമില്ല, അല്ലേ? ഉദാഹരണം, ഞാനൊരു ഹോം അപ്ലയൻസ് കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ ആയിരിക്കും, ഇപ്പൊ എന്റെ കസ്റ്റമർ എല്ലാവരും പറയാണ് GST ഇല്ലാണ്ട് നിങ്ങളടുത്ത് സാധനം എടുക്കില്ല പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ GST എടുക്കേണ്ടി വരും. നമുക്കാണെങ്കിൽ അതിന്റെ ബാധ്യതയില്ല. ഏത് 40 ലക്ഷം റുപ്യന്റെ കച്ചവടം നമുക്കില്ല, GST നിർബന്ധമായിട്ട് എടുക്കേണ്ട ഇ-കൊമേഴ്സും അല്ല, ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സും ഞാൻ ചെയ്യുന്നില്ല. അത്തരം ബിസിനസ്സുകളെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം. ഇന്ന് മാർക്കറ്റിൽ ഞാൻ ഒരുപാട്, നമുക്ക് കൺസൾട്ടേഷൻ വരുന്ന ഒരുപാട് കേസുകൾ ഇത്തരം കേസുകളാണ്. വെറുതെ GST എടുക്കുന്ന ആളുകൾ, അവർ മിക്കവാറും നിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ GST ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് എടുക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ആളുകളെയാണ് നമ്മൾ വോളണ്ടറി രജിസ്ട്രേഷൻ എന്ന് പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇതിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, അത് ഏത് കേസിൽ എടുത്തു കഴിഞ്ഞാലും, നിർബന്ധമായ സാഹചര്യത്തിൽ എടുത്തു കഴിഞ്ഞാലും, 22 പ്രകാരം എടുത്തു കഴിഞ്ഞാലും, 25 സബ്സെക്ഷൻ 3 പ്രകാരം എടുത്തു കഴിഞ്ഞാലും,
എടുത്ത അന്ന് മുതൽ ഇയാൾ റെഗുലർ ആണെങ്കിൽ എല്ലാ മാസവും ഫയൽ ചെയ്തോളണം. സെയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പാടില്ല. എല്ലാ മാസവും സെയിൽസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ടും ഗവൺമെന്റിന് കൊടുത്ത് ടാക്സ് ഫയൽ ചെയ്തോണം റെഗുലർ ആണെങ്കിൽ. കമ്പോസിഷൻ ആണെങ്കിൽ 3 മാസത്തിൽ ഒരിക്കൽ കൊടുത്ത് അതിന്റെ സ്വഭാവം അനുസരിച്ച് 1%, 5%, 6% അടിച്ച് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്തോളണം. QRMP ആണെങ്കിൽ എല്ലാ മാസം പേയ്മെന്റ് അടച്ചങ്ങ് പോയിക്കൊള്ളണം. ഇത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ എന്ത് കിട്ടും? ഫൈന് കിട്ടും. CGST ആക്ട് പ്രകാരം ഫൈൻ കിട്ടും. SGST ആക്ട് പ്രകാരം ഫൈൻ കിട്ടും. ക്ലിയർ ആയോ? അപ്പം നിർബന്ധമായിട്ടും എടുക്കണം. ഇനി നേരത്തെ പറഞ്ഞ കേസ് ക്യാൻസലേഷൻ കേസ്. ഒരാൾ GST രജിസ്ട്രേഷൻ ഒക്കെ എടുത്തു, നല്ല കച്ചവടം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചെടുത്തു. പോകുന്ന വഴിക്ക് നമുക്ക് മനസ്സിലായി വേണ്ടായിരുന്നു, ഇത്ര കച്ചവടം ഒന്നുമില്ല, നടക്കില്ല, മുമ്പോട്ടേക്ക് പോകത്തില്ല എന്നുള്ളത്. അത്തരം സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. 3 തരത്തിലുള്ള ക്യാൻസലേഷൻ ഉള്ളത്. ഒന്നാമത്തത് ക്യാൻസലേഷൻ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ. അത് അയാൾക്ക് തന്നെ ബോധ്യപ്പെടാണ് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്നുള്ളത്. ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂ, മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? അയാൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇതെന്തായാലും നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ. നമ്മളൊരു GST കൺസൾട്ടേഷൻ ഒക്കെ ആണെങ്കിൽ, ഒരു കൺസൾട്ടന്റ് ആണെങ്കിൽ നമ്മളെല്ലാവരും കൺസൾട്ടന്റ് ആവണ്ടേ? ഡിഗ്രി ഒക്കെ കഴിഞ്ഞല്ലേ, കൊമേഴ്സിലൊക്കെ ബിരുദമൊക്കെ എടുത്തല്ലേ? അപ്പൊ എല്ലാവരും തന്നെ GSTയുടെ കേസ് വരുമ്പോൾ വേറെ ആളുടെ തലയിട്ട് നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും കൺസൾട്ടിങ് മേഖലയിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ആളുകളൊക്കെ ഇറങ്ങാം. വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളൊക്കെ GSTയുടെ വർക്കൊക്കെ എടുത്ത് പൈസ ഉണ്ടാക്കാം. അപ്പൊ ഇനി ഒരു രജിസ്ട്രേഷൻ എടുത്ത ഒരാൾക്ക് അയാൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇനി ഒരാൾ ബിസിനസ് സെയിൽ ചെയ്തു വേറെ ആൾക്ക്, അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ട്, പക്ഷെ അയാൾക്ക് പ്രായമായി, ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ബിസിനസ് ഒരാൾക്ക് സെയിൽ ചെയ്യോ ട്രാൻസ്ഫർ ചെയ്യോ മറ്റേതെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് എന്ത് ചെയ്യാം? GST രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യാന്നല്ല, ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ സെയിൽ ചെയ്തത് അവൻ ഈ GST നമ്പർ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത പഴയ ആളുടെ തലയിലേക്ക് തന്നെ വരും. അതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് മാത്രമേ പോകാവൂ. ഇത് വണ്ടി കച്ചവടം നടക്കുമ്പോൾ നമ്മൾ ബുക്കും പേപ്പറും മാറ്റാണ്ട് വേറെ ആൾക്ക് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എവിടെയും കൊണ്ടുപോയി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കായിരിക്കും അതിന്റെ ബാധ്യത വരിക. അതുപോലെ തന്നെ നമ്മുടെ GST ഉപയോഗിച്ച് വേറെ ആളോടെയും കൊണ്ടുപോയി കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. ക്ലിയർ ആയില്ലേ? അടുത്തത് ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ്. നേരത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരുന്നു, പിന്നീട് അത് പാർട്ട്ണർഷിപ്പിലേക്ക് മാറി, പിന്നീട് കമ്പനിയിലേക്കോ മറ്റേതെങ്കിലും രീതിയിലേക്ക് മാറുന്ന സമയത്തും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ അതേ കേസ്, വിചാരിച്ച പോലെ ടേൺ ഓവർ ഇല്ല, അതായത് 40 ലക്ഷം രൂപേന്റെ കച്ചവടം ഇല്ല, ടേൺ ഓവർ ഈസ് നോട്ട് മോർ ദാൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. അവിടെ 10, 20, 40 എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ലിമിറ്റ് ആണ്. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. 40 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കണില്ല. അത്തരം സാഹചര്യങ്ങൾ എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എന്തായിരുന്നു വേണുഗോപാൽ സാറ്? ഈ രജിസ്ട്രേഷൻ നമുക്ക് എത്ര പ്രാവശ്യം ക്യാൻസൽ ചെയ്യാൻ പറ്റും? രജിസ്ട്രേഷൻ എത്ര പ്രാവശ്യം ക്യാൻസൽ ചെയ്യാന്നോ? അല്ല, ഞാൻ പറയാതെ ഒരു 40 lakhs ലിമിറ്റ് വെച്ചു. അത് നമ്മളൊരു 35 lakhs ആകുമ്പോൾ നമ്മള് അത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആക്ച്വലി സെയിൽസ് വരും അവിടെ. ഒന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് അപ്പൊ ഈ GST തട്ടിപ്പനുസരിച്ചിട്ട് നമ്മളത് സൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. പകുതിക്കുന്ന ഇങ്ങനെ മിസ്സാകുന്നില്ല. എനിക്ക് മാത്രമാണോന്ന് അറിയില്ല കേട്ടോ. ആരും കേട്ട ആളുകൾ റിപ്പീറ്റ് ചെയ്താൽ മതി. ഹലോ, നമ്മളെ ഒരു ബിസിനസ് ഉണ്ട്, പക്ഷെ അത് അവര് GST ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 35 lakhs ആകുമ്പോൾ അയാൾക്ക് അറിയാം 40 lakhs ടേൺ ഓവറിൽ കൂടുതൽ വരുന്നത്. അപ്പൊ 35 lakhs അയാൾ ബിസിനസ് ക്ലോസ് ചെയ്യണം. 35 lakhs എത്തുമ്പോ ക്ലോസ് ചെയ്യണം. എന്നിട്ട് അയാൾ വേറെ സ്ഥലത്ത് പോയിട്ട് തുറക്കുന്നു ഈ ബിസിനസ് തന്നെ. റെസ്റ്റോറന്റ് എന്ന് വിചാരിച്ചോളൂ ഫോർ എക്സാമ്പിൾ. അവിടെ അയാൾ എന്ത് ചെയ്യുന്നു? ഒരു 35 lakhs ആകുമ്പോ അവിടെ അയാൾ ക്യാൻസലേഷൻ കൊടുക്കണം. അത് ടാക്സ് കൊടുക്കണ്ടല്ലോ. മനസ്സിലായില്ലേ? 40 lakhs എടുക്കുമ്പോഴല്ലേ, മനസ്സിലായല്ലോ? അപ്പോ കാണിക്കുമ്പോഴല്ലേ ഇതിന്റെ പ്രശ്നം വരുന്നത്. അങ്ങനെ അയാൾക്ക് പല സ്ഥലങ്ങളിലും കുറെ അവിടെ നമ്പർ അങ്ങനെ അയാള് ടാക്സ് പോകുമ്പോ നല്ലൊരു എമൗണ്ട് വരുമല്ലോ. അപ്പൊ അയാള് 35-38 lakhs എത്തുമ്പോ എനിക്ക് ബിസിനസ് ഇല്ല പറഞ്ഞിട്ട് GSTക്ക് പറഞ്ഞത് കൊടുക്കണം. വേറെ സ്ഥലത്ത് ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് ഇയാള് വേറെ ലൊക്കേഷനിൽ കൊടുക്കണം.
തുറക്കുന്നു. ഓക്കെ, അങ്ങനെ ആവുമ്പോ ക്യാൻസലേഷൻ കുറെ വരില്ലേ? വരും. ഞാൻ ഒന്ന് പറഞ്ഞുതരാ, ഒന്ന് പ്രാക്ടിക്കൽ നടക്കൂല ഇങ്ങനെ വിഷയങ്ങള്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് ടാക്സ് അടക്കുന്നതിന് വേണ്ടി ബിസിനസ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. രണ്ടാമത്, ഇയാൾക്ക് 40 ലക്ഷം രൂപയുടെ GST എടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ ക്യാൻസലേഷന്റെ ആവശ്യം ഇല്ലല്ലോ. 40 ലക്ഷം ആയാലും ഇത് ബാധ്യത വരുന്നുള്ളൂ, പിന്നെ എടുക്കേണ്ട ആവശ്യം, ഇടക്കിടക്ക് ഇത് മാറേണ്ട ആവശ്യമില്ല. 35 ലക്ഷം ആകുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. 40 കഴിഞ്ഞാലേ ഇയാൾക്ക് ബാധ്യത വരുള്ളൂ. ഉദാഹരണം, നിങ്ങൾക്ക് വേണുഗോപാൽ സാർ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. വേണുഗോപാൽ സാറിന് 39 ലക്ഷം രൂപയുടെ കച്ചവടം ആയി കഴിഞ്ഞ് 40ലേക്ക് ടച്ച് ചെയ്താൽ മാത്രമേ അതിന് ബാധ്യത വരുന്നുള്ളൂ. 39,99,999.5 വരെ നിങ്ങൾക്ക് ബാധ്യത ഇല്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൂട്ടിട്ട് അപ്പുറം തുടങ്ങിക്കോളേ. അപ്പൊ അപ്പുറത്ത് തുടങ്ങാൻ അങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് ചോദിക്കണേ. അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് തുടങ്ങാം. അപ്പൊ ഒരു നമ്മുടെ ഈ ആധാർ കാർഡും ഇതൊക്കെ ലിങ്ക് ചെയ്ത്, അല്ല ഐ മീൻ എന്താണ് പാൻ നമ്പർ. എന്തായാലും നിങ്ങൾക്ക് പാൻ ഇന്ത്യ ലെവലിൽ പാൻ കാർഡ് വരില്ലേ? ഇതെന്തായാലും നിങ്ങൾ പിടിക്കും. GST എടുത്തിട്ട് വ്യക്തിക്ക് ടാക്സ് അടച്ചോളി. അല്ല, അങ്ങനെ ചെയ്യുന്നുണ്ട് ചില ബിസിനസ്സുകാരൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഉണ്ടോ, പക്ഷെ നമുക്ക് പബ്ലിക്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടാലേ പ്രശ്നമല്ലേ? നിങ്ങളെ പിടിക്കും. ഓക്കെ, തമാശ പറഞ്ഞോ, തമാശ പറഞ്ഞോ. അപ്പൊ ഇത് പിടിക്കില്ലല്ലോ സാറേ. അല്ല, അങ്ങനെ ചെയ്താൽ പിടിക്കില്ലല്ലോ. ഇല്ല, ബാധ്യതകളൊന്നും വരില്ല. കാരണം ഉദാഹരണം, ഇതിലെവിടെ ബാധ്യത? നിലവില് ഒരുപാട് ആളുകളുണ്ട്, 40, 50, 60 ലക്ഷം ഇപ്പൊ കച്ചവടം നടത്തിയിട്ട് പല ആളുകളും കാണിക്കാതെ പോകുന്ന പല ആളുകളുണ്ട്. ഗവൺമെന്റിനെ കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടല്ല, അതൊക്കെ ഏതെങ്കിലും ഒരു ദിവസം പിടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ചില ആളുകൾ ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ടിനനുസരിച്ചുള്ള GST ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ക്യാഷിന് വരുന്ന ഒരു ഇടക്കും കണക്കാക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാല്, ഇപ്പൊ ചില ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും അവരൊക്കെ ഒരു കമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവര് യഥാർത്ഥത്തിൽ ബാങ്കിലേക്ക് ആരെങ്കിലും ഗൂഗിൾ പേ ചെയ്താൽ മാത്രമാണ് അവർ ഒരു ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ നോർമൽ ക്യാഷ് വാങ്ങിയിട്ട് അവർ അതെവിടെയും കാണിക്കില്ല. അവര് ബാങ്കിലേക്ക് വന്നത് മാത്രം കാണിക്കുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ ആ രീതിയിലാണ്. പക്ഷെ പരമാവധി എല്ലാം അടച്ചുകൊണ്ട് നമുക്ക് റോഡും പാലും തോടൊക്കെ തരുന്നില്ലേ ഗവൺമെന്റ്? അപ്പൊ പരമാവധി നല്ലത്. ഇതിപ്പോ എത്ര പറഞ്ഞു കഴിഞ്ഞാല് അല്ല, അതിപ്പോ നമ്മള് അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോ തന്നെ അവര് പറയും, നിങ്ങളൊരു കാര്യം അതെ ബാങ്കിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻ മാത്രം കാണിച്ചാൽ മതി, ബാക്കിയുള്ളത് കാണിക്കേണ്ടത് അവര് പറയും. അവര് ഇൻസ്ട്രക്ഷൻ തരും അവിടെ. ബാങ്ക് നെഫ്റ്റ് പ്രകാരം കാണിക്കുന്നത്, മനസ്സിലായി, ചെക്ക് പ്രകാരം കാണിക്കുന്നത്, ഇതൊക്കെ കാണിച്ചാൽ മതി, ബാക്കിയുള്ളത് കാണിക്കേണ്ട പറയും. ഗവൺമെന്റ് എന്തായാലും നല്ല ബോധ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ് ഇതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഏതെങ്കിലും സമയങ്ങളിൽ പിടിക്കും, എന്തായാലും പിടിക്കും. കാരണം നമുക്ക് വരുന്ന പർച്ചേസുകൾ ട്രാക്ക് ചെയ്യാൻ കഴിയും, സെയിൽസിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും, എല്ലാം ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇതിന്റെ ബാക്ക് എൻഡിൽ കൃത്യമായ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. വേണുഗോപാൽ സാർ എന്ന് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കേൾക്കുന്നില്ല. എനിവേ, അപ്പം ഇത്തരം നിർബന്ധമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും GST എടുക്കണം. ഇനി ക്യാൻസലേഷന്റെ റീസൺ പറഞ്ഞു. നമുക്ക് കൃത്യമായ സെയിൽസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ക്യാൻസൽ ചെയ്യാൻ ബാധിക്കോ? അക്കൗണ്ടന്റ് എങ്ങനെ ഈ വക ട്രാൻസാക്ഷൻ ചെയ്യുന്ന അക്കൗണ്ടന്റിനെ ബാധിക്കോ, അല്ല മുതലാളിയെ ബാധിക്കുള്ളൂ? സപ്പോസ് അക്കൗണ്ടന്റിനോട് പറയാണ് എങ്ങനെ ട്രാൻസാക്ഷൻ നിങ്ങൾ കാണിച്ചാൽ മതി, ബാക്കിയുള്ള ട്രാൻസാക്ഷൻ ഒന്നും കാണിക്കണ്ട, മനസ്സിലായില്ലേ? വെയിറ്റ് ആക്കണ്ട. ഒഫൻസിനെ സഹായിക്കുന്നതും തെറ്റല്ലേ? ആ ഒരു നിയമം. ഓക്കെ, നിങ്ങളെല്ലാം മുൻകൂർ ജാമ്യം എടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങനത്തെ പരമാവധി ചെയ്യാതിരിക്കുക. പക്ഷെ അവനവന്റെ എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ്, റിസ്ക് പിടിച്ച കളികളാട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ അവകാശമാണ്, റൈറ്റ് ആണ്. ഈ റൈറ്റിന് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മളോട് ഒരു വൈക്ക് കൂടെ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും മതം വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാ ഒന്ന് കാണട്ടെ അറിയില്ലേ? അതാണ് ഗവൺമെന്റും പറയുന്നത്, അങ്ങനെ ഒന്ന് കാണട്ടെ എന്ന് പറയും. അതാ ഗവൺമെന്റിന്റെ അവകാശമാണ്, നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ നമ്മളെ ബാധ്യത നമ്മൾ നിറവേറ്റുക, ഗവൺമെന്റ് ഇല്ലെങ്കിൽ അത് പിടിക്കും. ഓക്കെ, അത് അത്രേ പറയുള്ളൂ. എന്തായാലും ശ്രദ്ധിക്കുക, അങ്ങനെ നല്ല കുളത്തിലേക്ക് പോകാൻ നോക്കിക്കൊള്ളു എല്ലാവരും. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ ഈ പറഞ്ഞ 40 ലക്ഷം എങ്ങനെയാ ചെയ്യാന്നുള്ളത് ഗവൺമെന്റ് സൈറ്റിൽ കയറിയിട്ട് തന്നെ കാണിച്ചു തരാം. ക്യാൻസലേഷൻ എങ്ങനെയാ ചെയ്യാന്നുള്ളത് ലാസ്റ്റ് സമയത്ത്. ഇനി രണ്ടാമത്തെ കേസാണ് ക്യാൻസലേഷൻ ബൈ
രജിസ്റ്റേർഡ് ഓഫീസർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ ഫുള്ള് ഉടായ്പായിട്ട് നടക്കുകയാണ്, GST ഒക്കെ എടുത്തിട്ട് ഫയൽ ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് നമ്മുടെ GST ക്യാൻസലേഷൻ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അപ്പോൾ പല ആളുകളും ഇപ്പം ഒരുപാട് ആളുകൾ ഫയൽ ചെയ്യാത്ത ആളുകളുടെ കേസുകളൊക്കെ സുവമോട്ടോ ക്യാൻസലേഷനിലേക്ക് പോയിട്ടുണ്ട്. സുവമോട്ടോ ക്യാൻസലേഷൻ സ്വമേധയാ ക്യാൻസലാകുന്ന ഘട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതായത് ഇതാണ് ഇതിന്റെ ഒരു ഘട്ടം. നോക്കില്ല, ഇഷ്ടംപോലെ നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ വരുന്ന കേസുകളാണ് ഈ സാധനങ്ങളൊക്കെ അല്ലെ. ചില ആളുകൾ GST ഒക്കെ എടുക്കും, ഭയങ്കര ഉഷാറിലെടുക്കും, പിന്നെ അതിന്റെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഫയലിങ്ങിൽ ഒന്നെങ്കിൽ ഇവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞാലും ഇവരെന്തെങ്കിലുമൊക്കെ ബാധ്യത വരുമെന്ന് വെച്ചിട്ട് അത് നോക്കണ്ട വെച്ചിട്ട് മെയിൻ്റെ ആക്കാതെ വിടും. മെയിൻ്റെ ആക്കാതെ വിടുക എന്നുള്ളത് കൊണ്ട് ബാധ്യത പോകുന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നമ്മളിപ്പോൾ GST എടുത്തു, GST നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമ്മളിങ്ങനെ മാറി മാറി കളിച്ചിങ്ങനെ പോവാണെന്ന് വിചാരിച്ചോളി. അതുകൊണ്ട് നിങ്ങളെ ബാധ്യത ഇല്ലാണ്ടാവുന്നൊന്നുമില്ല. നിങ്ങൾ സംഭവങ്ങളൊക്കെ ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ആ സംഭവം പിടിച്ചെടുക്കും. റിക്കവറി നോട്ടീസൊക്കെ അയച്ച സംഭവം പിടിച്ചെടുക്കും. അതുകൊണ്ട് GST എടുത്ത ആൾ ഒന്നെങ്കിൽ ആവശ്യമില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഗവൺമെന്റ് സൈറ്റിൽ കയറിയിട്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റ് എടുത്താൽ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുക. കയ്യിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫയൽ ചെയ്ത് പോവാം. ഓക്കെ, ഫയൽ ചെയ്ത് പോയി പിന്നെ സുവമോട്ടോ ക്യാൻസലേഷനിലേക്കൊക്കെ പോകും. അപ്പം ഇവിടെ നോക്കാം, രജിസ്റ്റർ ചെയ്ത ആള് എന്തെങ്കിലുമൊക്കെ വയലേഷൻ ചെയ്തു, പ്രൊവിഷൻസിലോ ലോസിനൊക്കെ എതിരെ വയലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഓഫീസർക്കുണ്ട്. ഫേക്ക് ബില്ലടിച്ചു കൊടുക്കുക, ഉടായ്പ ബില്ലടിക്കുക, പ്രിൻസിപ്പൽ പ്ലേസിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഓഫീസർ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഓഫീസർക്കുണ്ട്. ഇനി ഒരാൾ കമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ട് 3 ക്വാർട്ടറിൽ തുടർച്ചയായിട്ടുള്ള 3 ക്വാർട്ടറിൽ അയാളുടെ സെയിൽസിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അതായത് Q1, Q2, Q3 എന്ന് പറഞ്ഞ Q4, അതായത് 3 ക്വാർട്ടർ ഉണ്ട്, Q1, Q2, Q3. ഈ 3 ക്വാർട്ടറിലും അയാൾ സെയിൽസ് ഒന്നും ഗവൺമെന്റിൽ കാണിക്കുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അയാളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരം ഓഫീസർക്കുണ്ട്. പക്ഷെ അയാളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. ഫൈനും പെനാൽറ്റി എടുത്തിട്ട് എന്ത് ചെയ്യും, അതിന് ഒരു പണി കൊടുക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി റെഗുലർ ആയിട്ട് GST എടുത്തിട്ട് 6 മാസം അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഫയൽ ചെയ്തു. കാരണം ഒരു എന്താ ചെയ്യാ, ഓഗസ്റ്റ് മുതൽ അങ്ങ് ഫയൽ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി ഒരാൾ വെറുതെ GST രജിസ്ട്രേഷൻ എടുത്തു, വോളണ്ടറി GST രജിസ്ട്രേഷൻ എടുത്താണ്, അയാൾ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് ഓഫീസർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയാളുടെ GST റദ്ദ് ചെയ്യാനുള്ള അധികാരം ഓഫീസർക്ക്. ഇതാണ് രണ്ടാമത്തെ റീസൺ, ക്യാൻസലേഷൻ ബൈ GST ഓഫീസർ. ഇനി മൂന്നാമത്തെ കേസ് എല്ലാവർക്കും അറിയുന്ന കേസാണ്. എന്താ കേസ്? ക്യാൻസലേഷൻ ബൈ ലീഗൽ ഹയർ. ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ GST കൊണ്ടൊന്ന് വേറെ ആക്കുമ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത്തരം കേസുകളാണ് ലീഗൽ ഹയർ. നിയമപരമായിട്ട് ആരാണോ അയാളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യാം, ഇത് ക്യാൻസലേഷൻ കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ഇതെങ്ങനെയാണ് ഗവൺമെന്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ഓക്കെ ഇല്ലല്ലോ? ഓക്കെ ഓക്കെ. ഓക്കെ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ? എങ്ങനെയാണ് എന്റെ ക്യാൻസലേഷൻ എന്ന് പറയാം. എങ്ങനെയാണ് ക്യാൻസലേഷൻ ചെയ്യാം? GSTയുടെ സൈറ്റ് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ അറിയുന്നതായിരിക്കണം അല്ലെ? ഇപ്പൊ GSTയുള്ള സെഷനിലുള്ള ആളുകൾക്കൊക്കെ ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. അല്ലാത്ത ആളുകൾക്കാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിൽ ഏതൊക്കെ ആളുകൾ നമ്മുടെ GSTയുടെ സെഷനിലുണ്ട്? എത്ര ആളുകളുണ്ട്? ഷീജ മേഡം ഉണ്ട്, ഷാലോ ഉണ്ട് അല്ലെ, പ്രഭാർ സാർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ടോ? ഓക്കെ, എല്ലാവരും ഉണ്ടല്ലേ. ഓക്കെ, അവർക്ക് കൃത്യമായിട്ട് അറിയും GSTയുടെ സൈറ്റ് എങ്ങനെയാണ് തുറക്കുക, എവിടെ നിന്ന് എന്തൊക്കെയാണ് ചെയ്യുക, ഏതൊക്കെ ബോക്സുകളാണ് ഫില്ല് ചെയ്യണമെന്നെ കുറിച്ച് കൃത്യമായ നോളജ് ഉണ്ടാവും. ഓക്കെ, ഷിജിന മേഡം ഇവിടെ എത്തിയോ? കണ്ട്
ഹലോ, ഓ ഈ ഒരു സെഷനിൽ വരെ എത്തിയോ? ഹലോ. മറ്റേ രജിസ്റ്റർ ചെയ്യാനുള്ളത് അറിയാം. രജിസ്ട്രേഷൻ അവിടെ വരെ തുടങ്ങിയിട്ടുള്ളൂ? തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് വയ്യാണ്ട് കുറച്ച് ചികിത്സയിലൊക്കെയാണ്. ചികിത്സയാ? ഓക്കെ ഓക്കെ, ഫാസ്റ്റായി നടുവേദന. കണ്ടു തീർക്കിട്ടോ, ഫാസ്റ്റായി കണ്ടു തീർക്കി. നമ്മുടെ ശനിയാഴ്ച സെഷനിൽ നമ്മൾ ഡിജിറ്റൽ ആയിക്കോട്ടെ. മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് സാധനങ്ങളൊക്കെ കുറെ കണക്ട് ചെയ്ത് പോകും. ഇന്നലെ സെഷനിൽ ഇരുന്നില്ലായിരുന്നോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ? ഓക്കെ, ശരി, നോക്കാം. അപ്പോ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഉണ്ടാവും സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സർവീസിൽ ശ്രദ്ധിക്കണേ, സർവീസിൽ ഒരുപാട് രജിസ്ട്രേഷന്റെ കേസുകൾ എന്തൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞാണ്. യൂട്യൂബിനകത്തുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും എവിടെയാണ് രജിസ്ട്രേഷൻ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഉണ്ടാവും ഈ രജിസ്ട്രേഷനിൽ അപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യാം. GSTയുടെ സൈറ്റ് തുറന്ന് യൂസർ ID പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം അപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്? നമ്മൾ 3 ബോക്സ് ഉണ്ടാവും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. ഒന്നാമത്തത് ബേസിക് ഡീറ്റെയിൽ ആണ്. ബേസിക് ഡീറ്റെയിൽ ആണ് ഓൾറെഡി നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, ബേസിക് ഡീറ്റെയിൽസ്. ഓക്കെ, രണ്ടാമത്തത് ക്യാൻസലേഷൻ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ്. രണ്ടാമത്തത് ക്യാൻസലേഷൻ ഡീറ്റെയിൽസ്. മൂന്നാമത്തത് വെരിഫിക്കേഷൻ. ഇത് ഇത്ര 3 സ്റ്റേജ് ഉള്ളൂ. 3 സ്റ്റേജ് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ നമുക്ക് നടത്തിപ്പോകും. അപ്പോൾ ഒന്നാമത്തെ ബേസിക് ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു ബിസിനസിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇവരുടെ അഡ്രസ്സ്, ഭാവിയിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സ് ഈ സെയിം തന്നെയാണെങ്കിൽ സെയിം കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നേരെ സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം. നേരെ സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനിയാണ് ക്യാൻസലേഷൻ ഡീറ്റെയിൽ. നമ്മൾ നേരത്തെ കുറച്ച് റീസൺസ് പറഞ്ഞില്ലായിരുന്നു. ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമില്ല, മരിച്ചുപോയി, നമ്മുടെ ബിസിനസ് സെയിൽ ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് മറ്റെന്തെങ്കിലും കാരണം ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് ഉണ്ടാവും. ഈ റീസൺസ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാത്തൊരു റീസൺ ആണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ക്ലിയർ ആയില്ല? നമ്മൾ നേരത്തെ പഠിച്ച ക്യാൻസലേഷൻ ബൈ ഓഫീസർ, ലീഗൽ ഹെയർ ഒക്കെ അല്ലേ. ഓഫീസറുടെ പരിപാടി അല്ലാത്ത ബാക്കിയൊക്കെ ലീഗൽ ഹെയർ, ആദ്യത്തെ കേസുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. എന്ന് മുതലാണ് നമുക്ക് ഈ സംഭവം വന്നത്? എന്ന് മുതലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ക്യാൻസൽ ചെയ്യേണ്ടത്? ആ ഡേറ്റ് ഇവിടെ കൊടുക്കാം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മുടെ മൊത്തം സ്റ്റോക്കിന്റെ മുകളിൽ അടക്കേണ്ട മുഴുവൻ ടാക്സിന്റെ വാല്യൂ നമ്മൾ കൃത്യമായിട്ടും ഇവിടെ കൊടുക്കാം. ടാക്സിന്റെ മുകളിൽ കൊടുക്കേണ്ട വാല്യൂ നമ്മൾ കൃത്യമായിട്ടും ഇവിടെ ഓരോ പോയിന്റിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലുള്ള ബാലൻസുകൾ നമുക്കിവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ ജസ്റ്റ് ഒന്ന് പേയ്മെന്റ് ഫ്രം ഇലക്ട്രോണിക് ക്യാഷ്, ഇവിടെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത എമൗണ്ട് ഒക്കെ വരും ഇവിടെ. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെഷനിൽ പറയാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്ന് പോകുന്നത് മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം നേരെ സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം. അടക്കാനുള്ള ടാക്സ് കൃത്യമായിട്ട് അടക്കേണ്ടി വരും. കിട്ടാനുള്ളതൊക്കെ ഇങ്ങോട്ടേക്ക് റീഫണ്ട് ആയി കിട്ടും ചെയ്യും. എന്നിട്ട് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ കൃത്യമായിട്ടും ഓതറൈസ് സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് പ്ലേസും കൊടുത്ത് സബ്മിറ്റ് വിത്ത് EVCയോ ഡിജിറ്റൽ സിഗ്നേച്ചർ വഴിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ ഒരാഴ്ച കൊണ്ട് ക്യാൻസൽ ആയിട്ട് കിട്ടും. ഇത്രേ രജിസ്ട്രേഷന്റെ ക്യാൻസലേഷന്റെ പണിയുള്ളൂ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞത് മാത്രം. അപ്പോൾ ഇവിടെയാണ് പോകേണ്ടത്. സർവീസിൽ പോവാം. സർവീസിൽ പോയിട്ട് രജിസ്ട്രേഷനിൽ ആപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ എടുക്കാം. ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ കൊടുക്കാം, ക്യാൻസലേഷന്റെ ഡീറ്റെയിൽ കൊടുക്കാം, വെരിഫിക്കേഷൻ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി വേറെ ഒരാൾ ചോദിച്ച ചോദ്യം ഇന്നുകൂടി അതും കൂടി ഞാൻ ആൻസർ ചെയ്യാം. സാർ, GSTയുടെ രജിസ്ട്രേഷന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് ചോദിച്ചു. സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്, അത് നേരെ സർവീസിൽ പോവാം. ആരുടെ സാധനം കിട്ടും കേട്ടോ. സർവീസിൽ പോവാം. യൂസർ സർവീസിൽ പോയിട്ട് ഇവിടെ വ്യൂ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. വ്യൂ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ GSTയുടെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. ഇവിടെ 3 കണ്ട GST REG 6 ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും അപ്ഡേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ കൊടുക്കുമല്ലോ. ആ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും, ആ ഡേറ്റ് ഉണ്ടാവും, ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്ന് വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇത് ഈ ഒരു 31/10/2020 ഞാൻ ആദ്യം അപേക്ഷിച്ചിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു,
വീണ്ടും ഒരു ചെറിയൊരു എഡിറ്റിംഗ് വരുത്തി. അപ്പൊ 2/12/2020 എന്ത് ചെയ്തു? ഒരു എഡിറ്റിംഗ് വരുത്തി. പിന്നീട് 18/4/2023 മറ്റൊരു എഡിറ്റിംഗ് വരുത്തി. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം? ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു സാധനം ഡൗൺലോഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് രജിസ്ട്രേഷന്റെ ആ ഒരു ഡൗൺലോഡിന്റെ ആ ഒരു ഫോം. അതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ GST ആർക്കെങ്കിലും ഒക്കെ കൺസൾട്ടേഷന് പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യാം? GST ഒക്കെ എന്ത് ചെയ്യാം? ഇതേപോലെ ഡൗൺലോഡ് ചെയ്ത് GST ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതേപോലെ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അവർക്ക് അയച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് GSTയുടെ സംഭവം എടുക്കുക. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി എവിടെയെന്ന് ചോദിക്കരുത് കേട്ടോ. ഇനി അതേപോലെ GSTയിലെ നോട്ടീസുകൾ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് കാണുക എന്നുള്ളത്. എനിക്ക് എന്തെങ്കിലും നോട്ടീസ് വന്നിട്ടുണ്ടോ? കാരണം GST ഒക്കെ പഠിക്കുമ്പോൾ നോട്ടീസ് വന്നിട്ടുണ്ടോ, എങ്ങോട്ടേക്കാണ് അവസ്ഥ, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതും ഇതേപോലെ നോക്കുക. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റ വാക്കിൽ ഇങ്ങനെ അടിച്ചടിച്ച് മിന്നി പോവാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആളുകൾ പിന്നെ എന്നോട് പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, എല്ലാം നമ്മൾ ഈ ഒരു സർവീസിനകത്താണ് ഉണ്ടാവുക. സർവീസിനകത്ത് ഇതെല്ലാം മൊത്തത്തിൽ നിങ്ങൾ പിന്നീട് നിങ്ങൾ നോക്കിയാൽ മതി. GSTയുടെ ഏതെങ്കിലും സൈനപ്പ് ചെയ്ത് രജിസ്ട്രേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, പിന്നെ ലെഡ്ജറിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, റിട്ടേൺസിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, പേയ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, യൂസർ സർവീസ്, ഇതിലാണ് മൊത്തത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കിടക്കാം. ഈവൻ LUT വരെ കിടക്കുന്നത് എവിടെയാണ്. ഇതിലുണ്ടാവും വ്യൂ നോട്ടീസ് ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. വ്യൂ നോട്ടീസ് ആൻഡ് ഓർഡർ ഡേറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഏതൊക്കെ നോട്ടീസാണ് വന്ന്, ഏതൊക്കെ രീതിയിലാണ് വന്ന്, എപ്പോഴാണ് വന്നത്, ഇതെല്ലാം കൃത്യമായിട്ടും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എത്ര എമൗണ്ട് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് വരെയുള്ള മൊത്തത്തിലുണ്ടാവും. ഇപ്പൊ ഒരുവിധ ആളുകൾക്കൊക്കെ GSTയിലെ ഇൻകം ടാക്സിൽ ഇൻപുട്ട് ടാക്സുമായി ബന്ധപ്പെട്ട നോട്ടീസുകൾ ഇഷ്ടംപോലെ ആളുകൾക്ക് വന്നിട്ടുണ്ട്. ആരെങ്കിലും വന്നോ? സെഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് അടക്കേണ്ട വലിയ എമൗണ്ട് ആർക്കും വന്നോ? 5 ലക്ഷം 6 ലക്ഷം രൂപ ഒക്കെ പഴയ 2018 അല്ലേ? ആർക്കും വന്നോ? അവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. എത്രയുണ്ട്? 5,80,000. 5 ലക്ഷത്തി പഴയ കാലത്ത് ആവശ്യമില്ലാതെ എടുത്ത ഇൻപുട്ട് അല്ലേ? 17-18 17-18 കാലഘട്ടത്തില്ലേ? കഴിഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ തീർന്ന് വിചാരിക്കണ്ട. അടുത്ത് നിങ്ങൾ അടക്കുന്നതോട് കൂടി 18-19 വരും. 18 കഴിഞ്ഞാൽ 19-20 വരും. 20 അത് അങ്ങനെ വരുന്നുണ്ട്. നിങ്ങളത് മാത്രമല്ല, മൊത്തത്തിൽ കേസ് 5 കൊടുത്ത് രക്ഷപ്പെട്ട് നിവർന്ന് നിൽക്കാന്ന് വിചാരിക്കേണ്ടെന്ന് പറയാം. ബോസ്മാരോട് ഇപ്പം തന്നെ പറഞ്ഞേക്ക്, ഇതാണ് ആ ഒരു അവസ്ഥ എന്നുള്ളത്. അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഇൻപുട്ടുകൾ നമ്മളെപ്പോഴും പറയല്ലേ, നമുക്ക് യോഗ്യത ഇല്ലാത്ത അല്ലെങ്കിൽ അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ വരിക കുറെ കാലം ഫയൽ ചെയ്യാതെ നിൽക്കുന്ന ആളുകളുണ്ടാവും. ഏറ്റവും കൂടുതൽ വന്ന് കുറെ കാലം ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല, GST ഒന്നും ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് പെട്ടെന്ന് ഈ ഒരു ആംനസ്റ്റി സ്കീമോ മറ്റെന്തെങ്കിലുമൊക്കെ സ്കീമോ ഒക്കെ കിട്ടും. അതിലേക്ക് ഇടിച്ച് തിരികെ കയറ്റിയിട്ട് ചടപടാ ഫയൽ ഇടും, തിരിഞ്ഞും മറിഞ്ഞും നോക്കാതെ. ഇവർക്കാണ് ഈ നോട്ടീസ് കൂടുതലായിട്ട് വരിക. നിങ്ങൾ അങ്ങനെയാണോ രാജശ്രീ മാഡം വന്ന ആംനസ്റ്റി സ്കീമിൽ? അന്ന് തന്നെ ഫയൽ ചെയ്തപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതായിരുന്നു. അത് അന്ന് തന്നെ അവര് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞിട്ടും പിന്നെ അതിന് വന്നു. ഫൈന് തന്നെ 55,000 ഫൈൻ മാത്രമായി. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം ഈ വിഷയം. അപ്പൊ ഈ നോട്ടീസ് ആൻഡ് ഓർഡറിലൊക്കെ GST ഉള്ള ആളുകളൊക്കെ നോട്ടീസ് ആൻഡ് ഓർഡറിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്തോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിലോ അവർ ഡിമാൻഡ് ചെയ്ത പൈസ നമ്മുടെ ഇൻപുട്ട് ടാക്സ് നിന്ന് അഡ്ജസ്റ്റ് ആവത്തില്ല എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. നമ്മൾ ഓൾറെഡി 10 ലക്ഷം 20 ലക്ഷം റുപ്യക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നമ്മളെ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ നിന്നൊന്നും ഈ ഒരു പൈസ പോയില്ല, കയ്യിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കണം. അത് ഓർമ്മിപ്പിക്കുകയാണല്ലേ ചില ആൾക്ക്. ഞാൻ ഇതിങ്ങനെ വീണ്ടും പറയണം എന്താ പറയുക, നമ്മൾ ഈ കൺസൾട്ടേഷൻ ഒക്കെ വരുന്ന സമയത്ത് ആളുകള് ഒരു ധാരണ ഉണ്ട് അല്ലേ, നമ്മളെ പൈസ ഇഷ്ടംപോലെ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടല്ലോ, അതിനാണ് എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതൊന്ന് നേരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് മനസ്സിലാവില്ല. അപ്പൊ നമ്മളിങ്ങനെ പൊതുവായ സാഹചര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മൊത്തത്തിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നത്. കാരണം അതൊക്കെ യൂട്യൂബിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നേരിട്ട് ഇപ്പോൾ ഒരാൾ പറയപ്പോൾ, ഉദാഹരണം രാജശ്രീ മാഡം എൻ്റെ അടുത്ത് പറയാണ് ഇത്രയും ഫൈൻ ഉണ്ട്, ഓൾറെഡി നമ്മൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുമായിരിക്കും അവര്. ആളുകൾ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇതെന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നതിനെ കുറിച്ച് ആലോചിക്കില്ല. കൂട്ടത്തിൽ അവർ പറയാൻ എന്താ അറിയോ, ഓൾറെഡി എന്റെ പൈസ പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ ഉണ്ടല്ലോ അതിനെടുത്ത് അങ്ങ് അടച്ചെന്ന് പറയും. ഇങ്ങനെ തന്നെ പറയുള്ളൂ. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയണത്.
അപ്പൊ അത് പറയുമ്പോൾ അങ്ങനെ പോവില്ല. ഫൈന്, പെനാൽറ്റി, ഡിമാൻഡ്, ഈ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലുള്ള പൈസയായിട്ട് അഡ്ജസ്റ്റ് ആയി പോകത്തില്ല. അത് നമ്മൾ കയ്യിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത ഇൻപുട്ടുകൾ, വീട്ടിലേക്ക് വാങ്ങുന്ന ടിവിന്റെ പൈസ, വീട്ടിലേക്ക് വാങ്ങുന്ന ഫ്രിഡ്ജിന്റെ പൈസ, AC-ന്റെ പൈസ, ഇതൊന്നും എന്ത് ചെയ്യണ്ട. വണ്ടിന്റെ പൈസ, ഇതൊന്നും എടുക്കണ്ട. ഇതൊക്കെ 5-6 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഇതിന്നൊക്കെ മറന്നുപോയ സമയത്താണ് ഇവർ നോട്ടീസായിട്ട് വരിക. 17, 18 ഞാൻ ഇന്ന് GST ഓഫീസറെ കണ്ടിരുന്നു, എൻ്റെ നാട്ടിലെ വേറെ ആളുടെ പർപ്പസിനുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ 17, 18 ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ 18, 19 വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ 19, 20 വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് എത്രയുണ്ട് ചോദിച്ചു. അത് കുറെ ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞേ. ഗവൺമെന്റിന്റെ ഒരു അവസാനത്തെ കുറെ പദ്ധതിയുടെ കുറച്ച് പൈസയുടെ ഷോർട്ട് നല്ലോണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വിഷയം നല്ല ശ്രദ്ധിക്കുക. ഈ നോട്ടീസ് ആൻഡ് ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നോട്ടീസ് ഓർഡർ വന്നിട്ടുണ്ടോ എന്നുള്ളതും അതിന് എത്ര ഡിമാൻഡ് ചെയ്തിട്ടുള്ള സംഭവം എന്തെങ്കിലും കിട്ടും. ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടും. സർവീസിൽ യൂസർ പേയ്മെന്റ് നോട്ടീസ്. ഇനി ഇതേപോലെ തന്നെ HSN കോഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എവിടെ നിന്നാണ് HSN കോഡ് കിട്ടുക, എൻ്റെ പ്രൊഡക്റ്റിന്റെ ഏതാണ് നമ്പർ, എൻ്റെ പ്രൊഡക്റ്റിന് ഇന്ന സംഭവങ്ങളാണോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ നേരത്തെ സെർച്ച് HSN കോഡ് ഉണ്ട്. സർവീസിൽ പോയിട്ട് ഈ സെർച്ച് HSN കോഡ് എന്ന് എടുക്കാം. സെർച്ച് HSN കോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു HSN കോഡ് നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരും. ഇനി ഇതിന്റെ മൊത്തം ലിസ്റ്റ് കിട്ടണമെങ്കിൽ ഇവിടെ ഈ ഒരു എക്സൽ ഫോർമാറ്റ് ഉണ്ട്. ഈ എക്സൽ ഫോർമാറ്റ് അങ്ങ് ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ ചെയ്താലും കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അതിലൊരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റിനകത്ത് തന്നെ കയറിയിട്ട് എന്ത് ചെയ്യാം, ഈ സംഭവം എടുത്തോളി. ഡൗൺലോഡ് HSN ഡയറക്ടറി എന്ന് മൊത്തത്തിൽ കിട്ടും. ഓക്കെ, ആ കാര്യങ്ങൾ ഒന്ന് നോക്കിക്കോളി സർവീസിൽ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ GST കൃത്യമായിട്ടും ഫയൽ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കേട്ടോ. നിങ്ങളുടെ GST കൃത്യമായിട്ടും ഫയൽ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്തം നിങ്ങളെ ബോസിനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അവർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മേലിലാണ്. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. നിങ്ങൾ ആർക്ക് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ആരെ കൺസൾട്ട് ചെയ്താലും അത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ആരുടെ GSTയും ആർക്കും എപ്പോഴും ചെക്ക് ചെയ്യാം. ഉദാഹരണം, എൻ്റെ GST ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. എൻ്റെ GST ഞാൻ ഏതൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. ഇപ്പൊ പ്രഭാകരൻ സാറിന്റെ GST എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ, പ്രഭാകരൻ സാറിന്റെ ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും. പ്രഭാകരൻ സാറാണെങ്കിൽ നല്ല GST പിടിച്ചു, എനിക്ക് ചെക്ക് ചെയ്യാം ഞാൻ ഈ കൊടുക്കുന്ന പൈസ പ്രഭാകരൻ സാറോടെ ഫയൽ ചെയ്യേണ്ടത്. എമൗണ്ട് കൃത്യമായിട്ട് കിട്ടൂലെങ്കിലും കൃത്യമായിട്ടും ഫയൽ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നേരെ GSTയുടെ സൈറ്റ് എടുക്കാം. ഓക്കെ, GSTയുടെ സൈറ്റ് എടുക്കാം. ഓക്കെ, സൈറ്റ് എടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സൈൻ ഔട്ട് ഒക്കെ ചെയ്തിട്ട് ലോഗിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, നോർമലി എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ടാക്സ് പെയർ എന്നുള്ള സംഭവം സെലക്ട് ചെയ്യുക. ടാക്സ് പെയർ സെർച്ച് ബൈ GST നമ്പർ, സെർച്ച് ബൈ GST, സെർച്ച് ബൈ പാൻ, സെർച്ച് ബൈ ടെമ്പർ ID, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സെർച്ച് ബൈ GST നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കും. ഓക്കെ, എന്നെ താഴത്ത് കാണുന്ന ഈ ഒരു ക്യാഷ്, അതായത് റോഡ് വക്കത്ത് കാണുന്ന ഒരാൾ GST നമ്പർ ഞാൻ ഇവിടെ അടിക്കുന്നു, സെർച്ച് ചെയ്യുന്നു. ഇയാൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ വരും. ഇവരുടെ ഓഫീസ് ഏതാണ്, ഇവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് എന്താണ്, ഇവരെന്താണ് ഫയൽ ചെയ്യുന്നത്, ഇവരുടെ ഷോ ഫയലിംഗ് ടേബിൾ, എപ്പോഴാണ് ഫയൽ ചെയ്തത്, എന്നൊക്കെയാണ് ഫയൽ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ദിവസം ചെയ്തിട്ടുണ്ട്, ചെയ്യാത്തത് ഏതൊക്കെ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് കിട്ടും. ഡിസംബർ മാസം ഫയൽ ചെയ്തത് ഇന്നാണ് 23-ാം തീയതി, നവംബർ മാസത്തെ ഫയൽ ചെയ്തത് 21-ാം തീയതിയാണ്, ഒക്ടോബറിൽ ചെയ്തത് 21-ആണ്, സെപ്റ്റംബറിൽ 20-ാം തീയതിയാണ് ചെയ്തത്. ഇങ്ങനെ ഓരോ ദിവസവും കിട്ടും. അവരുടെ ഫയലിംഗ് ഫ്രീക്വൻസികളെ കുറിച്ച് നമുക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ആരും GST നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് GST കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അയാൾ ഇത് അടക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ നോക്കിക്കോളി, നിങ്ങളെ തൊട്ടടുത്തുള്ള കടകളൊക്കെ അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. അതിൽ എമൗണ്ട് കിട്ടൂല, എമൗണ്ട് ഫയൽ ചെയ്തിട്ട് ഇത്രയാണ് ടേൺ ഓവർ എന്നുള്ളത് കിട്ടൂലല്ലോ, നമുക്ക് ആ ഡേറ്റ് മാത്രമല്ലേ കിട്ടുക, നമ്മൾ എന്നാ ഡേറ്റ്, അതായത് നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ കിട്ടൂ. ബാക്കിയൊക്കെ കയറണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഓക്കെ, നമ്മുടെ GST ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ അടുത്ത് യൂസർ ID പാസ്വേഡും ആണ്. നമ്മൾ പറയുന്ന സാധനം തന്നെയാണോ അയാൾ ചെയ്യുന്നത് നോക്കണം. നമുക്ക് ഒറ്റയടിക്ക് അത്രയും നോളജ് ഇല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം,
നോക്കണം. കാരണം ഇതൊക്കെ ഇങ്ങനെ തന്നെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഈ ഒരു ICUയിൽ എത്തിയ കേസുകളാണ് അധികവും വരിക. ICUയിൽ എത്തിയ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഒന്നും ചെയ്യാതെ പല ആളുകളുടെ അടുത്തെത്തിനും കച്ചറ കൂടിയിട്ട് എന്നിട്ട് നമ്മളെയും വിശ്വാസം ഉണ്ടാവില്ല. പൊതുവെ ഇവർക്കൊരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ടാവും മൊത്തത്തിൽ, എല്ലാവരും ഇങ്ങനെ പറ്റിക്കുന്നതാണെന്നുള്ള. അപ്പൊ ഞാൻ ഇവരോട് തന്നെ ആദ്യം തന്നെ വരുന്ന ആൾക്കാരെ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരും. അതിന്റെ 3Bന്റെ ഫോർമാറ്റ് എടുത്ത് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് എല്ലാവർക്കും. ഇനി അതുമല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതാണ് ഇന്ന സ്ഥലത്താണ് നോക്കേണ്ടത്, ഇവിടെ വന്നിട്ട് നിങ്ങൾ കൃത്യമായി ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഇനി ചിലപ്പോൾ ഞാൻ തന്നെ ഇവിടെ മരിച്ചു, ഇവിടെ സ്റ്റാഫൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ബാധ്യത ഇതിനകത്തുണ്ട്, അത് നമ്മുടെ മാത്രം പ്രശ്നം, ബാധ്യത അല്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് യഥാർത്ഥത്തിൽ അക്കൗണ്ട്സിന്റെ സെഷനിലേക്ക് ഞാൻ കയറിയിട്ടില്ല. ഒരുപാട് കോളുകൾ വന്ന് കോൾ തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുന്നുണ്ട്. കോൾ തൽക്കാലം ഓഫ് ചെയ്ത് വെച്ചാണ്. ലാസ്റ്റ് വന്ന ആളുകൾക്ക് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇന്ന് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കിട്ടിയില്ലേ? സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ പുതിയതായിട്ട് നമ്മൾക്കൊരു ഓപ്ഷൻ ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല, എന്തോ റിവേഴ്സ് ടാക്സിന്റെ, നമ്മൾ റിവേഴ്സ് ചെയ്ത ടാക്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത് എന്തായിരുന്നു സാർ? ശരി ഒന്ന് പറയാവോ ജസ്റ്റ് എന്താ? അതായത് ITC റിവേഴ്സൽ ആണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഞാൻ നമ്മളെ സെഷനിൽ പറയാം, അവിടെ VIP പറയാം. ITC റിവേഴ്സൽ ആവശ്യമുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട സമയം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ വന്നിരുന്നു. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായില്ല? കുറച്ചൊക്കെ കാര്യങ്ങൾ തിരിഞ്ഞോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ?